ഞാനൊരു വളരെ ഗൗരവമുള്ളൊരു ലക്ഷ്യബോധത്തോടു കൂടിയാണ് ഇന്ന് രാത്രി നിങ്ങളുടെ നടുക്ക് നിൽക്കുന്നത്. ഞാൻ എന്താണോ പറയുന്നത് അതുപോലെ നിങ്ങൾക്ക് മനസ്സിലാകണമേ എന്നുള്ള തികഞ്ഞ പ്രാർത്ഥനയോടെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ കൺസ്ട്രക്ഷൻ ബാബേൽ കോട്ട പണിയാൻ നേരത്ത് അവിടെ സംഭവിച്ച ഏറ്റവും വലിയ പ്രശ്നം അവിടുത്തെ കുമ്മായത്തിന് പശയില്ലാത്തത് കൊണ്ടോ നിൽക്കുന്ന ആളുകൾക്ക് പണിയാൻ അറിയാൻ വയ്യാത്തത് കൊണ്ടോ അല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പ്രശ്നം ഒരാൾ പറയുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാകാതെ വരികയാണ്. അവിടെ ഉണ്ടായ പ്രോബ്ലം ഭാഷയായിരുന്നു. ഒരു സഭയിലെ പാസ്റ്റർ തൻ്റെ റെവലേഷൻ സഭയോട് പറയുമ്പോൾ അതുപോലെ കൺസീവ് ചെയ്യാൻ, ഗർഭം ധരിക്കാൻ സഭയ്ക്ക് കഴിയാതെ വരുമ്പോഴാണ് ആ സഭ ഏറ്റവും വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നത്. സഭയുടെ പുറത്തുനിന്ന് എത്ര വലിയ പോരാട്ടം സഭയ്ക്കെതിരെ ഉണ്ടായാലും സഭയ്ക്കതൊരു പ്രശ്നമല്ല. കാര്യം കൊടുങ്കാറ്റത്താണ് കഴുകൻ ഏറ്റവും ഉയരുന്നത്. പ്രതിസന്ധിയെ വഴിയാക്കാൻ കഴുകന് കഴിയുമെന്നാണ്. അപ്പോൾ ഒരു കാര്യം ഷെയർ ചെയ്യുമ്പോൾ വിപ്ലവം ജനിക്കുന്നത് സമൂഹത്തിലല്ല, വിപ്ലവം ജനിക്കുന്നത് ഒരാളുടെ ഹൃദയത്തിലാണ്. അത് മറ്റൊരാളിലേക്ക് കത്തിക്കാൻ കഴിയുമ്പോഴാണ്. ഇപ്പം ഇവിടെ ഗാസയും ഇസ്രായേലും തമ്മിൽ ഭയങ്കര യുദ്ധം നടക്കുക. ഒരു വീട്ടിൽ തന്നെ രണ്ട് ടീമാണ് നിൽക്കുന്നത്. ഒരു വീട്ടിൽ അച്ചായൻ ഗാസയുടെ കൂടെയാണെങ്കിൽ, ഗസയുടെ ഒപ്പം ആണെങ്കിൽ അമ്മമ്മ ഇസ്രായേലിൻ്റെ കൂടെയാണ്. ഈ ഗസ ആരാന്ന് അച്ചായനും അറിയത്തില്ല, ഇസ്രായേൽ ആരാന്ന് അമ്മയ്ക്കും അറിയത്തില്ല. ചുമ്മാ അടിവെക്കാൻ ഒരു കാരണമെന്ന് മാത്രം. ഇതുപോലെ ഒരു തലമുറയിലേക്ക് ദൂതുകൾ ഷെയർ ചെയ്യുമ്പോൾ യേശു കർത്താവിൻ്റെ ശുശ്രൂഷയിൽ യേശു നേരിട്ട ഏറ്റവും വലിയ പ്രശ്നം യേശു പറഞ്ഞത് അതുപോലെ അവരുടെ ഉള്ളിലെത്തിയില്ല. നമുക്കിന്ന് രാത്രി ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, അങ്ങ് എന്താണോ പറയുന്നത് അത് ഞങ്ങളുടെ ഉള്ളിൽ അതുപോലെ ഒന്നെത്താൻ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കണം. കാട്ടിലെ ഏറ്റവും ആരോഗ്യം കുറഞ്ഞ, ഏറ്റവും സൗമ്യതയുള്ള, ആരോടും വഴക്കടിക്കാൻ പോകാത്തൊരു ജീവിയുണ്ട്, നമ്മളൊക്കെ പറയുന്ന മാൻപേട. ഈ മാൻപേടയെ ജനിക്കാൻ ദൈവം അനുവദിച്ചത് കടുവയും പുലിയും സിംഹവുമുള്ള കാടിനകത്ത് തന്നെയാണ്. ഒരു മാൻപേട ഇന്ന് വരെ പെറ്റീഷൻ കൊടുത്തിട്ടില്ല കടുവയുള്ളത് കൊണ്ട് എനിക്കിനകത്ത് ജീവിക്കാൻ പറ്റത്തില്ലെന്ന്. ഒരു മാനും ഇതുവരെ ഒരിടത്തും കൊണ്ട് ഒരു പരാതി കൊടുത്തിട്ടില്ല ഈ കാട്ടിൽ സിംഹമുള്ളതുകൊണ്ട് ഞാൻ ഈ കാട്ടിൽ താമസിക്കത്തില്ലെന്ന്. കാട്ടിൽ ജനിക്കാൻ അനുവദിച്ചത് ദൈവമാണെങ്കിൽ സിംഹത്തിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ, ആ പോരാട്ടത്തിൻ്റെ നടുക്ക് ജീവിക്കാൻ, ആ വെല്ലുവിളികളുടെ ഇടയ്ക്ക് ജീവിക്കാൻ, ഹല്ലേലൂയ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇനി ഞാൻ ഈ വാക്യം വായിച്ചപ്പോഴേ നിങ്ങളുടെ മനസ്സിനകത്ത് ഒരു ചിന്ത വന്നിട്ടുണ്ട്. അവൻ കുമരകത്തു നിന്ന് വന്നിട്ടുണ്ട്. ഒരു ചന്ദ്രരോഗിനെയും കാറിനകത്ത് കയറ്റിക്കൊണ്ടാണ് ഞാൻ വന്നത്. ആ ചന്ദ്രരോഗിനെ ഇന്ന് ഞാൻ ഈ ചർച്ചിൽ ആവോളം ഞാൻ ചന്ദ്രരോഗിനെയും കൊണ്ടല്ല വന്നത്. ചന്ദ്രരോഗി എൻ്റെ പ്രസംഗ വിഷയമേ അല്ല. ആമേൻ. എങ്കിലും ഞാൻ ഈ കുറിവാക്യം വായിച്ചത് കൊണ്ട് ചന്ദ്രരോഗി എന്ന് 1-2 പ്രാവശ്യം ചിലപ്പോൾ പറയുമായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ എന്നോടുകൂടെ ഈ ദൂതിൻ്റെ ഞാൻ ഇന്ന് രാവിലെ ഒരു പെൺകുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ അവൾ എന്നോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഞാൻ ഇന്നടത്ത് പോകാൻ ആഗ്രഹിക്കുന്നു, അത് നടക്കുന്നില്ല. ഞാൻ ആ മോളോട് പറഞ്ഞു, മോളെ, കോട്ടയത്ത് നിന്ന് എറണാകുളത്തിന് പോകാൻ ഒത്തിരി വഴികളുണ്ട്. മൂവാറ്റുപുഴ വഴി വരാം, വേണമെങ്കിൽ വൈക്കം വഴി വന്ന് ചിഞ്ഞോട്ട് പോരാം, കാഞ്ഞിരമറ്റം വഴി വരാം, അല്ലെങ്കിൽ NH വഴി കയറി വരാം. നീ ഒരു കാര്യമേ പ്രാർത്ഥിക്കാവൂ, എറണാകുളത്ത് എത്തിക്കണമെന്നേ പ്രാർത്ഥിക്കാവൂ. നീ പറയുന്ന വഴി കൂടെ വിടണേ എന്ന് പ്രാർത്ഥിക്കരുത്. റൂട്ട് ഏതെങ്കിലും ആകട്ടെ, ഡെസ്റ്റിനിയാണ് നമ്മുടെ വിഷയം. അതെങ്ങോട്ടാണ് പോകുന്നത് അതിലേക്ക് നമ്മൾ എത്തിക്കൊള്ളണം. അത് ദൈവത്തിന് ഇഷ്ടമുള്ള വഴി കൂടെ നടത്തട്ടെ. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആമേൻ. ഈ വാക്യം ഭയങ്കര അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു വാക്യമാണ് ബൈബിളിലെ. ഞാനിതൊക്കെ പറയുമ്പോണ്ടല്ലോ നിങ്ങൾ എന്നോട് കൂടെ വരണം. ആമേൻ. ആനയ്ക്കും ആടിനും ഒരുപോലെ പ്രസവിക്കാൻ പറ്റില്ലല്ലോ. ആമേൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്നോട് കൂടെ വന്നേ പറ്റത്തുള്ളൂ. ആമേൻ. ഈ യേശു കർത്താവ് എന്ന് പറഞ്ഞാൽ ശാന്തമായി ഒഴുകുന്ന ഒരു തോടിനേക്കാൾ എത്രയോ ശാന്തനാണ്. ആമേൻ. ഒരു കാറ്റും കോളും ഇല്ലാതെ നമ്മുടെ തലയ്ക്ക് മേളിൽ ചിലപ്പോൾ കാണുന്ന ഒരു നീല ആകാശമില്ലേ, ആ ആകാശത്തേക്കാൾ ഭയങ്കര സോഫ്റ്റും ക്വയറ്റുമാണ് നമ്മുടെ കർത്താവ്.
കർത്താവിൻ്റെ മുഖത്ത് നോക്കിച്ച പത്രോസ് ഭൂതം എന്ന് വിളിച്ചത്. ഒരു പ്രതികരണവും ഇല്ലായിരുന്നില്ല. നമ്മുടെയൊക്കെ മുഖത്ത് നോക്കി ഭൂതം എന്നൊക്കെ വിളിച്ചാൽ ആ പഞ്ചായത്ത് മുഴുവൻ നമ്മൾ കത്തിച്ച് കളയും. യേശുവിന് ഒരു പ്രതികരണവും ഇല്ല. വളരെ കൂളായിട്ട്, അതും 9 മണിക്കൂർ മുമ്പ് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് വെച്ച് പോകുന്നതാണ് പത്രോസ്. ഈ നമ്മുടെയൊക്കെ വിശ്വാസ ജീവിതത്തിൻ്റെ ലെവൽ നിങ്ങൾക്ക് മനസ്സിലായോ? 9 മണിക്കൂർ വള്ളം കുലുങ്ങിയാൽ നമ്മൾ ദൈവത്തെ പോലും ഭൂതം എന്ന് വിളിച്ച് കളയും. അത്രേ. നമ്മൾ 25 വർഷം യോഗം കൂടിയാലും അതിൽ കൂടുതലൊന്നും നമ്മൾ വളർന്നിട്ടില്ലെന്ന്. ഒന്നാമത്തെ അപ്പോസ്തോലിന് അത്രയല്ലേ വളർന്നിട്ടുള്ളൂ. അതിൻ്റെ മേളിൽ കയറി വളർച്ച നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തില്ലല്ലോ. ഒന്ന് ഓർത്ത് നോക്കിക്കേ. യേശുവിൻ്റെ മുഖത്ത് നോക്കി ഭൂതം എന്ന് വിളിച്ചു. യേശു വളരെ സിമ്പിളായിട്ട് പറഞ്ഞു, ഭൂതമല്ല, ഇത് ഞാനാ. ഞാൻ യേശുവാണെന്ന് എനിക്ക് ഉറപ്പുണ്ടെങ്കിൽ പിന്നെ ഭൂതം എന്നുള്ള ആരോപണത്തോട് എന്തോ മറുപടി പറയാനാ? ഈ ഞാൻ യേശുവാന്ന് എനിക്ക് ഉറപ്പില്ലാതെ വരുമ്പോഴാണ് ഈ ഭൂതം എന്ന് വിളിക്കുന്നവനെ ചീത്ത വിളിക്കാൻ നമ്മൾ പോകേണ്ടി വരുന്നത്. 4 2 7 ഒരുത്തൻ വിളിച്ചു പറഞ്ഞാൽ അവൻ എത്ര ലൗഡായിട്ട് പറഞ്ഞാലും 7 ആവില്ല. ഇട്ടുകൂട്ടിയാൽ 6 വരൂ. അത് തിരിച്ചറിവാൻ ഒരു നല്ല ആമേൻ പറഞ്ഞാട്ടെ. ഹല്ലേലൂയ. ഇനി ഒരിക്കൽ യേശുവിൻ്റെ സഭയിൽ 12 പേരുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഹല്ലേലൂയ. 12 പേരുണ്ടായിരുന്നു. ഈ 12 പേരിൽ 6 പേരെയും കൊണ്ടാണ് പത്രോസ് പിന്മാറ്റത്തിലേക്ക് പോയത്. എന്ന് പറഞ്ഞാൽ ഒരു സഭയുടെ നേരെ പകുതിയും കൊണ്ടുപോയി. നിങ്ങൾ കേട്ടില്ല? ഒന്നുകൂടെ പറയട്ടെ. ഒരു സഭയുടെ നേരെ, ഈ നമ്മുടെ ആളുകളുടെ ഏറ്റവും വലിയ ഗുണം എന്നറിയോ? ചർച്ചിലോട്ട് വരുമ്പോൾ ആരെയും കൊണ്ടുവന്നില്ലെങ്കിലും പോകുമ്പോൾ ഇതിനകത്തൊന്ന് 10 കുടുംബത്തെ കൊണ്ടേ പോകുള്ളൂ. അതൊരു കൊല്ലത്തൊരു പോരാട്ടമാണ്. നേരെ 12 പേരിൽ ഒരു 6 എണ്ണത്തെ കൊണ്ടൊക്കെ ഒരുത്തം പോയി കഴിഞ്ഞാൽ സത്യത്തിൽ ബീച്ച അവരൊക്കെ എങ്ങനെ സംബോധന ചെയ്യും? നമ്മൾ എങ്ങനെയാ സംബോധന ചെയ്യുന്നത്? യേശു കടപ്പുറത്ത് എന്ന് വെച്ച് വിളിക്കുക, പിള്ളേരെ, കുഞ്ഞുങ്ങളെ. ആ വിളി കണ്ടോ എന്ന് പറഞ്ഞ നിന്നെ ഞാൻ കുഞ്ഞെന്ന് പണ്ട് വിളിച്ചതും ഇപ്പം വിളിച്ചതും ഒറ്റ ആത്മാവിൽ തന്നെയാണ്. ഇടയ്ക്ക് നീ കാണിച്ച ഈ തിരിമറികളുണ്ടല്ലോ, നിനക്ക് ഞാനുമായിട്ടുള്ള ബന്ധം തകർത്തിട്ടുണ്ട്, പക്ഷെ എനിക്ക് നീയുമായിട്ടുള്ള ബന്ധം തകർന്നിട്ടില്ല. നല്ല ശക്തിയോടൊന്ന് കൈയടിച്ച് ഞാനത് പെട്ടെന്ന് പറഞ്ഞു പോകാം. സമയം നമ്മുടെ മുമ്പിൽ കുറവാണ്. എനിക്കാണെങ്കിൽ കഴുത്തിന് വിറ്റ് നാക്കാം, ഒത്തിരി പറയാൻ തോന്നുന്നുണ്ട്. ഒരു വീട്ടിൽ ഒരപ്പൻ്റെ 2 മക്കളിൽ ഇളയവൻ വീതം ചോദിച്ചെന്ന, ഈ ഇളയവന്മാർക്കൊന്നും വീതം ചോദിക്കാൻ മാത്രമുള്ള ബുദ്ധിയൊന്നും ഇല്ലെന്ന് മിക്കവാറും ഒക്കെ. ഈ മൂത്തവനെ ഇളക്കി ഇളയവനെ കൊണ്ട് ചോദിപ്പിച്ചതാകാൻ അസാധ്യത. അത് സ്വഭാവം പഠിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട് ചിരിച്ചേക്ക്. ഏതായാലും ഈ ഇളയവൻ വീട്ടിൽ നിന്ന് പോയി പന്നിക്കൂട്ടി ചെന്നേച്ച് അവിടെ നിന്നുണ്ട് ഇളയവൻ പറഞ്ഞൊരു പ്രാർത്ഥന ഓർക്കുന്നുണ്ടോ? ഞാൻ നിന്റെ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. അടുത്ത വാക്ക്, എന്നെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെയാക്കണം. നിങ്ങൾ കേട്ടില്ലല്ലേ? ഒന്നുകൂടെ ആക്റ്റീവ് ആയിക്കേ. കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ ആക്കണം. അപ്പോൾ ഇയാൾ ചോദിച്ച പൊസിഷൻ കൂലിക്കാരനാണ്, പക്ഷേ ഇയാളുടെ പ്രാർത്ഥനാ വാചകം അപ്പാന്നാ. അത് മൊത്തം കുഴഞ്ഞു കിടക്കുക. നിങ്ങളുടെ പറമ്പിൽ വരുന്ന കൂലിക്കാരല്ല നിങ്ങളെ കയറി അപ്പ എന്നാണ് വിളിക്കുന്നത്. പറമ്പിൽ പുല്ല് പറിക്കാൻ വന്ന ഒരാൾ അങ്ങോട്ട് വന്നിച്ച് ബാസ കയറി അപ്പ എന്നാണ് വിളിക്കുന്നത്. ഒന്നുമല്ല. നിങ്ങളൊന്ന് മനഃപൂർവ്വം മിണ്ടാത്താന്ന് എനിക്കറിയാം. ഉള്ള സ്വോത്രം ഇവിടെ രാവിലെ തീർന്നു പോയത് കൊണ്ടാണ്. ഞാൻ പറഞ്ഞോളാം. ഞാൻ പ്രസംഗിക്കാൻ കഴിഞ്ഞാൽ ഞാൻ സ്വോത്രം പറഞ്ഞ് ഞാൻ തന്നെ കൈയടിക്കും, ഞാൻ ആരാധിക്കും. നല്ലാതെ ഹല്ലേലൂയ. എനിക്കിതിനകത്തൊന്നും പ്രത്യേകിച്ച് പടിയൊന്നുമില്ല. പിന്നെ 3 പേരെ വെച്ചുകൊണ്ട് ഞാൻ 6 മാസം പ്രസംഗിച്ചപ്പോഴാ 4മതൊരു വിശ്വാസി എൻ്റെ കൂട്ടായ്മ വന്ന്. എനിക്കിതിനകത്തൊന്നും വലിയ പ്രത്യേകതയൊന്നും തോന്നുന്നില്ല. ഞാൻ ഒറ്റയ്ക്ക് പ്രസംഗിക്കും, ഒറ്റയ്ക്ക് ചാടും, ഒറ്റയ്ക്ക് ആരാധിക്കും. ഇവൻ അവിടെ തൊട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്നെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ ആക്കണമെന്ന്. എന്ന് പറഞ്ഞാൽ പുത്രൻ തകർന്ന് കൂലിക്കാരനായി, പക്ഷെ അപ്പനായി തുടരുകയാണ്. മാറ്റമില്ലാത്ത ദൈവം. പോട്ടെ, ഇനി ഈ ദൂതുമായിട്ട് കയറി വന്നേ പറ്റത്തുള്ളൂ. ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്നാന്ന് ചോദിച്ചാൽ ദൈവം മനുഷ്യനായി എന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ കണ്ട അത്ഭുതങ്ങളെല്ലാം അത്ഭുതങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ചില ആളുകൾ പ്രസംഗം പറയും, മഴയല്ല നമ്മുടെ വിഷയം, മഴ ഉണ്ടായി നോക്കണം ഇവരറിയണമെങ്കിൽ. പിന്നെ തലയ്ക്കകത്തോട്ടൊരു മുഴയുണ്ടായത് സ്കള്ളിൽ തലച്ചോറിലോട്ട് വന്നിങ്ങനെ ഇടിച്ചങ്ങ് അങ്ങ് പ്രസ് ചെയ്ത് കഴിയുമ്പം ഭാര്യയുടെ പേര് മറക്കും, സ്വന്തം പേര് മറക്കും, മക്കളുടെ പേര് മറക്കും, എത്ര വയസ്സുണ്ടെന്ന് മറക്കും, കഴിക്കാൻ മറക്കും, നടക്കാൻ മറക്കും. അപ്പം ഈ മുഴ വരാത്തിടത്തോളം കാലം മുഴ നമുക്ക് വലുതല്ല. മുഴ വന്ന മുഴ ഭയങ്കര പ്രശ്നമാണ്.
എല്ലാം പ്രശ്നമാണ്. ന്യൂമോണിയ വന്നാൽ ചെറുതാണോ? എത്ര പേര് ന്യൂമോണിയ വന്ന് മരിച്ചു പോയിട്ടുണ്ട്. കോവിഡ് വന്ന് എനിക്ക് കോവിഡ് വന്ന് ഞാൻ ഒരു അറ്റം പറ്റിയിരുന്നപ്പോൾ അച്ഛാ എനിക്ക് ഇപ്പോഴും അച്ഛൻ്റെ വരുത്ത സ്നേഹമായിട്ടോ. ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 10-28 വർഷമായി ഞാൻ പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട്. ആമേൻ. എല്ലാ സഭകളിലും പോയിട്ടുണ്ട്. ആമേൻ. ഒത്തിരി ആളുകൾ എനിക്ക് വയ്യെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊക്കെ വയ്യ തമാശയാന്ന് പറഞ്ഞ് എന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. ആ കഷ്ടതയിൽ എന്നോട് കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ കാണിച്ച ആ നല്ല മനസ്സിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. ആമേൻ. ഇങ്ങനെ ഈ യേശു കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. ഇനി ഇങ്ങനെ പറഞ്ഞ എനിക്ക് നേരം പോകുന്നോണ്ടാ. ശിഷ്യന്മാരെ തിരഞ്ഞെടുക്കുക. ഇത് ഈ സ്വർഗീയമായ വലിയൊരു പ്രോജക്റ്റിനെ ഈ 70 കിലോ ഉള്ളൊരു മാംസപിണ്ഡത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പെടുന്ന പാടാണ് സുവിശേഷങ്ങളിലെല്ലാം കാണുന്നത്. ആമേൻ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. പത്രോസിലേക്ക്, അന്ത്രയോസിലേക്ക്, യാക്കോബിലേക്ക്, ഫിലിപ്പോസിലേക്ക്, യോഹന്നാനിലേക്ക് കർത്താവ് ഇവരെ ഇങ്ങനെ കൊണ്ടു നടക്കുക. ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തു. ഇവരുടെ മേലൊരു ഭയങ്കര ദൗത്യം, എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ, ഭയങ്കര ഒരു ദൗത്യം കൊടുത്ത് ഇവരെ ഇങ്ങനെ കൂടെ കൊണ്ടു നടക്കുമ്പോൾ എൻ്റെ പഠനത്തിലൊരു 36 അത്ഭുതങ്ങൾ യേശു ചെയ്തിട്ടുണ്ട്. യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചു, വിധവയുടെ മകനെ ഉയർപ്പിച്ചു, ലാസറിനെ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു കൊണ്ടുവന്ന് നിലത്ത് തുപ്പി ചേറുണ്ടാക്കി ചേറെടുത്തിന്റെ കണ്ണി പുരട്ടി, ശിലോഹാങ്കുളത്തിൽ തണുത്ത വെള്ളം തട്ടി മുഖത്തൊഴിച്ചപ്പോൾ മണ്ണ് ചാടിക്കേറി കണ്ണായെന്ന്, കുഷ്ഠരോഗിയെ തൊട്ട് സൗഖ്യമാക്കിയെന്ന്, മുടമ്പനെ പിടിച്ചെഴുന്നേൽപ്പിച്ചെന്ന്, ലാസറെ എന്ന് വിളിച്ചപ്പോൾ നാറ്റം വെച്ച് 4 നാളായവൻ ആമൻ ചാടി പുറത്തു വന്നെന്ന് എന്ന് പറഞ്ഞ കല്ലറ കിടന്നവനെ പന്തിക്കിരുത്തിയേച്ചു പോകുന്നൊരു ശുശ്രൂഷയുണ്ടല്ലോ. ആമേൻ. സമാനതകളില്ലാത്ത അത്ഭുതങ്ങൾ യഹൂദിയ, ഗലീലിയ, ശമരിയുടെ മണ്ണിലെല്ലാം നടക്കുമ്പോൾ പലപ്പോഴും നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ സൂക്ഷ്മതയോടെ പഠിച്ചാൽ കാണാം. ഈ ഓരോ അത്ഭുതം ചെയ്തേച്ച് അതിന്റെ ലാസ്റ്റ് യേശു പറയുന്നത്, ഇപ്പൊ ഞാൻ ഒരുത്തന്റെ മുഴ മാറ്റി, ഇപ്പോൾ ഞാൻ ഒരു മരിച്ചവനെ ഉയർപ്പിച്ചത് കൊണ്ട് ആ ഗ്രാമത്തിലെ 28 വീട്ടുകാര് അടുത്ത ഞായറാഴ്ച ചർച്ച വരുമെന്നല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞത് ശിഷ്യന്മാർ എന്നിൽ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. നിങ്ങൾ ഈ പ്രസംഗത്തിന്റെ അവസാനം ഒരു കൈയടി ഉള്ളതുകൊണ്ട് തട്ടിവിട്ടതാണോ അതോ ഞാൻ പറഞ്ഞു മനസ്സിലായിട്ട് തട്ടിയതാണോ? യേശു ഇതിന്റെ ലാസ്റ്റ് പറയുന്ന അതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടായിരുന്നോ? ഇത് ചെയ്ത യേശു പറയുക, അച്ഛാ സത്യത്തിൽ ഇവിടെ ഒരു സ്ട്രീറ്റിൽ ഓടിച്ചെന്ന് ഒരു മരിച്ചയാൾ ഉയർത്തി കഴിഞ്ഞാൽ ആ ഏറിയാലുള്ള ഒരു 50 കുടുംബം ആരാധനയ്ക്ക് വരും. ഉറപ്പാണ്. ഈ ചർച്ച് പോരാതെ വരും. ആമേൻ. എല്ലാ ആഴ്ചയിലും ചർച്ച് പണിയാണല്ലോ ബീച്ചാന്റെ ജോലി. ഹല്ലേലൂയ. ഈ ചില ദർശനമുള്ളവരെ കല്യാണം കഴിച്ചോണ്ടല്ലോ ചാകുന്നിടം വരെ സിമെന്റ് തീറ്റിയായിരിക്കും. എന്നും പൊളി പണി പൊളി പണി. അവിടുന്ന് കുറെ യേശു ഇതൊന്നും വേണ്ടിയിട്ടില്ല. നിങ്ങൾ എന്നോട് കൂടെ വരണേ, ഞാനിത് ഡെലിവറി ചെയ്യാൻ പെടുന്ന പാടാ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശു ഇതൊന്നും പറഞ്ഞില്ല. യേശു പറഞ്ഞു ഇവർ എന്നിൽ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. അപ്പൊ യേശുവിന്റെ മനസ്സിൽ ഉയർത്ത ലാസറിനേക്കാൾ വലിയ വിഷയം. ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോ. ആമേൻ. ഞാൻ ഈ കയ്യടിയേക്കാൾ കൂടുതൽ ഞാൻ ഈ ദൂതനെ സ്നേഹിക്കുക. ഇതൊരു കുപ്പി വെള്ളമാണ്. ആമേൻ. 20 രൂപ കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു കുപ്പി വെള്ളമാണ്. ഈ വെള്ളത്തിന്റെ പ്രത്യേകത ഇത് പ്രോഡക്റ്റ് ആണ്. ഹലോ, ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഒരു കുപ്പിക്കകത്ത് 3.25 രൂപയ്ക്ക് വെള്ളം നിറച്ച് വെച്ച് 20 രൂപയ്ക്ക് വിൽക്കാൻ ആ കമ്പനിക്കാരൻ കാണിക്കുന്ന അവന്റെ ബുദ്ധിയാണ് ഇതിനകത്ത് മുഴുവൻ. ഒന്ന് ഓർത്ത് വയ്ക്കുക, ഇതൊരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു കുപ്പി വെള്ളത്തിന്റെ പ്രത്യേകത എന്നറിയോ? ഇതിന്റെ ജനനവും മരണവും ഈ കുപ്പിയിലുണ്ട്. എന്നെ ഉണങ്ങിയ ആമേനാണോ ആർക്ക്? ഇതിന്റെ ജനനവും മരണവും ഈ കുപ്പിക്ക് വേറൊരു കുപ്പി വെള്ളം ഉണ്ടാക്കാൻ പറ്റില്ല. ഈ കുപ്പിക്ക് വേറൊരു കുപ്പിയെ തരാൻ പറ്റില്ല. ഇതിന്റെ ജനനവും അപ്പൊ പ്രോഡക്റ്റിന്റെ പ്രത്യേകത അത് അതിൽ തന്നെ ജനിക്കും, അതിൽ തന്നെ മരിക്കും. എന്നാൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, എന്നാൽ ഇതിന്റെ പുറകിൽ ഒരു പ്രൊഡ്യൂസർ ഉണ്ട്. അവന്റെ പ്രത്യേകത എന്നറിയാമോ? അവൻ ഒരു വർഷം 5 ലക്ഷം വെള്ളക്കുപ്പി ഇതുപോലെ ഉണ്ടാക്കും. കർത്താവ് ഇന്ന് രാത്രി അന്വേഷിക്കുന്നത് പ്രോഡക്റ്റുകളെ അല്ല. വേറൊരു തലമുറ ഇതിനകത്ത് എഴുന്നേൽക്കട്ടെ. കൊച്ചിയുടെ ആകാശത്ത് വ്യാപരിച്ചു നിൽക്കുന്ന ദുരാത്മാക്കളുടെ കണക്ക്
വേറൊരു തലമുറ. ഞാൻ ഈ തലമുറയെ കുറിച്ച് പറയുമ്പോൾ എൻ്റെ അകത്ത് കിടക്കുന്ന ദൂതുകൾ ഞാൻ നിങ്ങളോട് പറയാം. ആമേൻ. ഒരിക്കൽ മോശ പോയി നിന്ന് ഒരു കിണറിന്റെ ചോട്ടിൽ നിന്ന് പാടുകയാ. കിണറിന്റെ രൂപമില്ലാത്ത, കിണറിന്റെ സ്റ്റൈലില്ലാത്ത, ചപ്പ് കൂടി കിടക്കുന്ന ഒരു വെളിമ്പ്രദേശത്ത് നിന്ന് ആമേൻ മോശ പാടുക. നിങ്ങൾ കേട്ടോണം. ഈ മോശയ്ക്ക് നാക്കിന് കുഴപ്പമുള്ളതാ. മോശയുടെ പാട്ടൊക്കെ ഇദ്ദേഹമൊക്കെ എന്ത് രസമായിട്ടാണ് പാടുന്നല്ലേ. യേശു എന്ത്, നമുക്കങ്ങ് തോന്നും യേശു എന്തും ചെയ്യുമെന്ന്. അവർ പാടുമ്പോൾ മോശ പാടിയ യേശു എന്തോ ചെയ്യുമെന്ന് നമുക്ക് തോന്നും. നിങ്ങൾക്ക് മനസ്സിലായി കാണത്തില്ലായിരിക്കും അല്ലേ. അപ്പൊ മോശ ഇങ്ങനെ ഒരു ഏറിയ വന്ന് വെച്ചു, പാട് പാട് പാട്. എന്നിട്ട് മോശ പറയുക, ജനശ്രേഷ്ഠന്മാർ ചെങ്കോല് കൊണ്ട് കുത്തിയ കിണർ. കണ്ടോ, ജനശ്രേഷ്ഠന്മാർ ചെങ്കോല് കൊണ്ട് കുത്തിയ കിണറ്, അവരുടെ ദണ്ണുകൾ. അപ്പൊ അവര് ഇവിടെ കിണർ കുത്താൻ ഒത്തിരി കഷ്ടപ്പെട്ടു. ആരോട് പറയാനായത്, അവരിവിടെ ഇതൊന്ന് കുഴിക്കാൻ എന്ത് പാടുപെട്ടെന്നറിയോ. എന്നാൽ ഇവിടെ മോശയുടെ തലമുറയുടെ പ്രത്യേകത എന്നറിയോ, ഇവരുടെ കൈ ദണ്ണുമില്ല ചെങ്കോലുമില്ല. ഇവര് വാക്കുകൊണ്ട് കൽപ്പിക്കുക, പൊങ്ങിവാ 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 എന്ന് പറഞ്ഞാൽ ആയുധമില്ലാതെ അഭിഷേകം കൊണ്ട്. Come on, come on, somebody. അവൻ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ചിലര് ചെയ്തത് അടുത്ത 3 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന ഒരു തലമുറ. ഇന്ന് രാത്രി നിങ്ങൾ പാടിയാലും കൈയടിച്ചാലും കൈയടിച്ചില്ലേലും ആമേൻ, ഈ യോഗത്തെ പിശാച് ഭയപ്പെടുന്നു. കാര്യം ഇത് പ്രോഡക്റ്റിന്റെ യോഗമല്ല, ഇത് പ്രൊഡ്യൂസേഴ്സിന്റെ യോഗമാണ്. ആമേൻ, ഒരു ജനതയെ ഇളക്കാൻ ശേഷിയുള്ള വേറൊരു തലമുറ. ശക്തിയോടെ ഒന്ന് കൈയടിച്ച് ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നിങ്ങൾ അറിയാതെ ആ ദൂതിനകത്ത് തന്നെ വന്ന് കയറും. നിങ്ങൾ നോക്കിക്കേ, ഈ യേശു കർത്താവ് പറഞ്ഞു, വാ ലാസറിനെ ഉയർപ്പിക്കാൻ പോവാ. പെട്ടെന്ന് പത്രോസ് എന്ന് വെച്ചാൽ അവിടെ പാടാ നമുക്ക് മരിക്കാൻ പോകാന്ന്. എന്തൊരു അപകടം പിടിച്ച വർത്താനം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഞാൻ പറഞ്ഞു മനസ്സിലായില്ലേ? യേശു പറയാ, വാ നമുക്ക് ലാസറിനെ ഉയർപ്പിക്കാൻ പോവാം. പത്രോസ് അന്നേരം അന്ത്രയോസിന്റെ കയ്യെ പിടിച്ചു പറയാം, വാടാ നമുക്ക് മരിക്കാൻ പോവാം. ഉയർപ്പിക്കാൻ പോവാന്ന് പറയുമ്പോൾ ചാകാൻ പോവാന്ന് പറഞ്ഞ സൈസുകളാ കൂടെ നിൽക്കുന്നത്. ഇവരെപ്പോഴും 2 വിജാതീയ ധ്രുവങ്ങളിലാണ് ഈ പരിപാടി നടക്കുന്നത് ഇവിടെ. അപ്പോൾ ഓരോ മിറക്കിൾ കഴിയുമ്പോൾ യേശു പറയും, ഇവരെന്നിൽ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. ഞാൻ ദൂതനകത്ത് കയറിയെന്ന് എനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല. ഇവര് എന്നിൽ വിശ്വസിപ്പാൻ ഇടയാകുമല്ലോ. ഒന്നുകൂടെ പറയട്ടെ, ഇവരെന്നിൽ വിശ്വസിക്കാൻ ഇടയാകുമല്ലോ. ഇനി എൻ്റെ മനുരായ ദൈവമക്കളോട് ആമെ പ്രൗഢഗംഭീരമായ വിശ്വാസത്തിൻ്റെ അടിത്തട്ടുള്ള ആമെ തെളിഞ്ഞ വെള്ളം കുടിക്കുന്ന എൻ്റെ ദൈവമക്കളോട് ഞാനൊരു ചോദ്യം അറിയാതെ ചോദിക്കട്ടെ. ആമെ എബ്രായ ലേഖനം 11:1 നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. വിശ്വാസം എന്നതോ ഒച്ചത്തിൽ പറ, കാണാത്ത കാര്യങ്ങളുടെ. ഇനി ഞാൻ പറഞ്ഞ് കേട്ടോണം, ആ വാക്യം ബൈബിളിൽ ഇല്ലെന്ന് വിശ്വസിച്ചേ, കുഴഞ്ഞു. ആ വാക്യം ബൈബിളിൽ എഴുതിയിട്ടില്ല. ഇനി പറ, വിശ്വാസം എന്നാൽ എന്ത്? ഈ മൗനം 9:45 വരെ കാണും. കാര്യം എന്നറിയോ, നമ്മൾ ആലോചിച്ചിട്ടില്ല ഈ സാധനം എന്നാണ്. ആ വാക്യം അവിടെ ഉള്ളതുകൊണ്ട് അതേ തൂങ്ങി രക്ഷപ്പെട്ടതാ. വാട്ട് ഈസ് ഫെയ്ത്ത്? നമ്മുടെ അകത്ത സാധനം ഇന്ന് വരെ കയറിയിട്ടില്ല. ഇനി വേറെ ചിലർക്ക് ഈ സാധനം എന്നാന്നറിയാം, പക്ഷെ പറയാൻ അറിയത്തില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ ചിലർ വഴി പറഞ്ഞാൽ 3 മാസം കഴിഞ്ഞാലും നമ്മളവിടെ ചെല്ലുകയില്ല. അതിന് സ്ഥലവും അവിടെയുണ്ട്, ചർച്ച് റോഡും ഉണ്ട്, പക്ഷെ അവർ വഴി പറഞ്ഞു പോയെങ്കിൽ. ഇതുപോലെ നമുക്ക് ഫെയ്ത്ത് എന്ന് പറയുന്ന ഇനി ഞാൻ ഈ ദൂതിലിട്ട് വരിക. ഇപ്പം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കൊരു സ്ക്രീനായി ഇനി നിങ്ങൾക്ക് ഈ ദൂതിനെ കാണാൻ പറ്റും. ഇത് വാഗ്ധോരണിയല്ല, ഈ ദൂതിനെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാൻ പോയിനി. യേശു ഇങ്ങനെ നിൽക്കുക ഒരു സ്ഥലത്ത്, എവിടെയെങ്കിലും ആകട്ടെ. യേശു നിൽക്കുമ്പോൾ ഒരു
അപ്പൻ ഒരു മോനെ കൊണ്ട് വരിക യേശുവിൻ്റെ അടുക്കിലേക്ക്. നിങ്ങൾ നോർത്ത് നോക്കിക്ക്, എനിക്ക് 2 മക്കളുണ്ട്. മൂത്ത മോള് 12th കഴിഞ്ഞിട്ട് ഇപ്പോൾ എൻട്രൻസിന് പോകുന്നു, മോൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് നല്ല പ്രായമുണ്ട്. ഹല്ലേലൂയ. എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ടായ ദിവസം ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്. ആ ആശുപത്രിയുടെ ആ ലേബർ റൂമിൻ്റെ പുറത്ത് കർത്താവ് എനിക്ക് തരുന്ന ആ മാംസ കഷണത്തെ ആ പൊന്നോമന കുഞ്ഞിനെ ഒന്ന് കാണാൻ കൊതിയൂറി കാത്തു നിന്ന സമയങ്ങൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്നെക്കാൾ 10 ഇരട്ടി ഓർമ്മ കാണും ബീച്ചാനല്ലേ, കാത്തിരുന്ന് കിട്ടിയതല്ലേ. അതിനാച്ചാ മിണ്ടാത്തെ പിന്നെ. ഹല്ലേലൂയ. അപ്പോൾ ഞാനിങ്ങനെ കാത്തിരുന്ന ദിവസം എനിക്ക് ഓർമ്മയുണ്ട്. ഒരു സ്റ്റെറിലൈസ്ഡ് ടർക്കിക്കകത്ത് ഈ 2 കിലോ 200 ഗ്രാമുള്ള, ഈ 3 കിലോ 300 ഗ്രാമുള്ള ഈ സാധനത്തിന് ഒരു ടർക്കിക്കകത്ത് ഇങ്ങനെ പൊതിഞ്ഞ് എലിക്കുഞ്ഞു പോലെ കരയാൻ പോലും അറിയാൻ മേലാത്തൊരു സാധനം. അതൊക്കെയാണ് ഇപ്പോൾ ഇവിടെ നിന്ന് വായിച്ചേച്ച് പോയത്. ഇപ്പം കണ്ടാൽ വല്ലതും പറയുമോ? ഇപ്പം നമുക്ക് അവക്കിട്ട് എത്ര നീളമുണ്ട് നമ്മുടെ പിള്ളേർക്ക്. പിന്നെ ഹല്ലേലൂയ. എൻ്റെ മോനെ കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് ഡോക്ടർ പറയാം അവൻ ഇച്ചിരി തൂക്കം കൂടുതൽ. അന്നേരം അവൻ എന്നോട് പറയാം, എൻ്റെ ചെവി പറയാം, ഡോക്ടർ അങ്ങനെ പലതും പറയുമെന്ന്. ഡോക്ടർ അങ്ങനെ പലതും പറയാം. അത് നേരത്തേക്ക് മക്കളെ ഇത്രയുള്ളായിരുന്നു. ആമേൻ. ഈ മാംസപിണ്ഡത്തെ ഇങ്ങനെ പൊതിഞ്ഞ് അപ്പൻ്റെ അല്ലെങ്കിൽ അപ്പൻ്റെ അമ്മയുടെ ഒക്കെ കലോട്ട് കൊടുക്കുമ്പോണ്ടല്ലോ, ഇങ്ങനെ ഒരൊറ്റ നോട്ടമാ. 2 കിലോ 200 ഗ്രാമാ. ഇത് മാംസത്തൂക്കമായി പറഞ്ഞത് 2 കിലോ, പക്ഷേ 2000 കോടി സ്വപ്നമാ 2 കിലോയ്ക്കകത്ത്. എനിക്കറിയില്ല, ഞാൻ ഇന്ന് രാത്രി പുൾപിറ്റിൽ നിൽക്കുമ്പോൾ തലമുറകളുടെ ഭാവിക്കെതിരെ വാദിച്ച് അവരുടെ സ്വപ്നങ്ങളെ തകർക്കുന്ന ഏതോ പൈശാചിക മണ്ഡലങ്ങൾ ആത്മാവിന്റെ വെട്ടുകൊണ്ട് ഈ ഉപവാസം വെറുതെയല്ല, ഇത് ദൈവത്താൽ സ്ഥാപിതമാണ്. യേശു ക്രിസ്തുവിന്റെ ആത്മാവിന്റെ തീ പിടിക്കട്ടെ. ഇന്ന് ഈ രാത്രിയിൽ ചിലതിന്റെ ഭാവി വെളിപ്പെടുകയാണ്. തലമുറകളുടെ മേലുള്ള പൈശാചിക കെട്ടുകൾ വാഗ്ദത്തമുള്ള നിന്റെ തലമുറയെ ഒരു കരയെത്തിക്കത്തില്ലെന്ന് വാദിച്ച് കുടുംബ ജീവിതത്തിനെതിരെ, ഭാവിക്കെതിരെ, ആരോഗ്യത്തിനെതിരെ എനിക്ക് അവിടെയൊക്കെ നിന്ന് ആ ദൂതൻ ഇങ്ങനെ അങ്ങനെ വലുതാക്കാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എൻ്റെ ഈ അകത്ത് കിടക്കുന്ന ആലോചനയുടെ സ്ട്രക്ചർ നഷ്ടപ്പെടാതിരിക്കാനാണ് ഞാൻ പലതും ഒഴിവാക്കുന്നത്. എൻ്റെ പാസ്റ്റർ, ഞാൻ ഞെട്ടിപ്പോയി. കഴിഞ്ഞ ദിവസം ഞാനൊരു വാക്യം വായിച്ചു. ദൂതൻ ഒരു സ്ത്രീയെ കാണാൻ ചെന്നു. അവിടെ ചെന്നിച്ച് പറയുന്നു, സോരഥ്യനായ ഒരു പുരുഷൻ, മനോഹ ഭാര്യ. അവളോട് മുഖത്ത് നോക്കി ദൂതൻ ചോദിക്കും, നീ മച്ചിയല്ലോ, നീ മക്കളെ പ്രസവിച്ചിട്ടും ഇല്ല. അടുത്ത വാക്യം പറയുന്നു, നീ ഒരു കൊച്ചിന് ജന്മം കൊടുക്കാൻ പോകുന്നു. അവൻ നാസിർവൃതസ്ഥനായിരിക്കും. അവന്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടരുത്, അവൻ വീഞ്ഞ് കുടിക്കരുത്, അവൻ ശവത്തിൽ തൊടരുത് എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയോട് പറഞ്ഞെന്നറിയാമോ, നിനക്കൊരു തലമുറയെ തരാൻ പോകുകയാ. അവനെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ വിട്ട് പഠിപ്പിച്ച് അവന്റെ കഴുത്തിൽ ഒരു വള്ളിയും തൂക്കി അവനെ 4 ലക്ഷം രൂപ സാലറി മേടിച്ച് നിന്നെ തീറ്റിക്കാനല്ല, ദൈവരാജ്യത്തിന് വേണ്ടി നിൽക്കാൻ. ഒന്ന് ശക്തിയോടെ, എനിക്കറിയില്ല, ഈ സഭ ഒരു മിഷണറി ഇന്ത്യ നടക്കുന്ന അഭിഷിക്തന്മാർ ഇതിനകത്തുനിന്ന് യേശുവിൻ നാമത്തിൽ വെളിയിൽ വരട്ടെ. ഇത് പോരല്ലോ, വായ് തുറന്നുറക്കെ യേശുവേ എന്ന് വിളിച്ച് ഹല്ലേലൂയ. എന്നെ ആ ദൂതൊക്കെ ഭയങ്കര സെൻസിറ്റീവാണ്. നമ്മളതൊക്കെ കണ്ണിരുത്തി മനസ്സിരുത്തി വായിക്കാൻ നമുക്ക് നേരം കിട്ടാത്തതുകൊണ്ടാണ്.
ഈ ദൂതൻ ആ സ്ത്രീയുടെ ഒരു സ്ത്രീയെ കാണാൻ ചെന്നു എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർത്തു നോക്കിക്കേ, ഈ നിങ്ങളുടെ പാസ്റ്റർ ഒരു 85 കിലോ കാണും അല്ലേ, ഒരു 90-ന്റെ താഴെ കുറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞത് ഇല്ലല്ലോ. ഈ തൂക്കുള്ള ഈ ദൈവമനുഷ്യൻ കഴിഞ്ഞ 10-30 വർഷമായിട്ട് കർത്താവിനെ ശുശ്രൂഷിക്കുന്ന ആ അഭിഷിക്തൻ, നനയുന്ന കണ്ണുള്ള നീറുന്ന ഹൃദയമുള്ള അപ്പൻ്റെ അങ്ങനൊരു യോഗത്തിന് ഇരിക്കുമ്പോൾ നിങ്ങളുടെ തലയിലേക്ക് ആ ദൈവമനുഷ്യന്റെ കൈ കൊണ്ടുവെക്കുമ്പോൾ ആ മനുഷ്യൽ നിന്ന് സ്പാർക്ക് ചെയ്യുന്ന അഭിഷേകത്തിന്റെ ആ തീവ്രത നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതല്ലേ? ഇവിടെ ചെന്ന് ഈ സോരഥ്യനായ പുരുഷന്റെ വീട്ടിൽ ചെല്ലുന്നത് ഒരു ഏഞ്ചലാണ്, ഒരു ദൂതനാണ്. ഏഞ്ചലോളജി, ഡീമനോളജി പഠിച്ചാൽ മതി. കെറൂബ്യന്മാര്, ശ്രാഭ്യന്മാര്, 6 ചിറക് 4 ചിറക് കൊട്ടേഷൻ ടീം പേരിടാൻ പോകുന്നവർ. ഒരു ദൂതൻ ഒരു ദിവസം ഒരിടത്ത് സ്റ്റേ ചെയ്ത 3.25 ലക്ഷം പേരെ വെട്ടിക്കൊല്ലും. നിങ്ങൾക്ക് മനസ്സിലായോ? ഇത്രയും ശക്തനായ ഏഞ്ചലോളജി ഞാൻ വായിച്ചപ്പോ കണ്ടത്, അതിപസ്വർഗത്തിൽ നിന്ന് ഭൂമി വരാൻ ഒരു ദൂതന് 8 സെക്കൻഡാ വേണ്ടത്. ഇതൊക്കെ ആരോട് പറയാം? എന്താ സ്പീഡ്? ഓസ്ട്രേലിയ പോയപ്പോ കയറിയ ഫ്ലൈറ്റിന്റെ വേഗത എത്രയാ? 850, 900, 930 അല്ലേ? ഡൊമസ്റ്റിക് ഫ്ലൈറ്റിന്റെ വേഗത എത്രയാ? 650, 700 അല്ലേ? പോയ ഉയരം എത്രയാ? 20,000. ഇന്റർനാഷണൽ ഫ്ലൈറ്റ് പോയത് എത്രയാ? 40,000. 1000-ന്റെ താഴെ വേഗതയെ നമുക്കറിയത്തുള്ളൂ. ഒരു ദൂതൻ ചലിച്ചാൽ ആ ദൂതന്റെ വേഗത കണ്ടോ? അതിപസ്വർഗത്തിൽ നിന്ന്. ശ്രദ്ധിച്ചോ, ഈ ബൈബിളിനകത്ത് 104 ഏഞ്ചലിക് എൻകൗണ്ടറുകളുണ്ട്. 104 തവണ ദൂതൻ ഈ പുസ്തകത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് ദൂതൻ കണ്ട ഗർഭിണികളുടെ എണ്ണം വളരെ കുറവാണ്. 1 മനോഹയുടെ വീട്ടിൽ ചെന്നു, 2 മറിയയുടെ വീട്ടിൽ ചെന്നു. ഇതുപോലെ ദൂതൻ പോയി ഒരു ഗർഭിണിയെ കണ്ടിട്ടുണ്ടെങ്കിൽ ആ തലമുറ വീരനാണ്. എനിക്കറിയില്ല, ദൈവത്താൽ സെലക്ട് ചെയ്യപ്പെട്ട ഒരു ജനറേഷൻ പുറത്തു വരാൻ പോകയാ. Holy Spirit of God. Hallelujah. എനിക്കറിയില്ല, അതൊക്കെ വിശദീകരിച്ചാൽ എവിടെ എത്തുമെന്നറിയില്ല. അവിടെ ചെന്ന് ഒരു അമ്മയോട് പറയുക, നീ ഒരു കൊച്ചിന് ജന്മം കൊടുക്കും, നീ സൂക്ഷിക്കണം. അവളോട് പറഞ്ഞൊരു വാക്ക്, നീ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. പ്രസവ സമയത്ത് BP കൂടുമെന്നും ഷുഗർ ഹൈ ആകുമെന്നും ഹാർട്ട് ബീറ്റ്സ് കൂടുമെന്നും അല്ല പറഞ്ഞത്, നീ സൂക്ഷിക്കണം, ബി കെയർഫുൾ. ഇന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർത്തോണേ, ഈ ചെറുക്കൻ്റെ വീട് ദാൻ ഗോത്രമാണ്. ദാൻ ഗോത്രം, ദാൻ വഴിയിൽ ഒരു പാമ്പ്. അപ്പൊ പിതാക്കന്മാരുടെ കാലം തൊട്ട് പോരാട്ടങ്ങളെ അടവച്ച് വിരിയിക്കുന്ന വീടായത്. നിങ്ങൾ കേട്ടില്ലല്ലേ? പിതാക്കന്മാരുടെ കാലം മുതൽ ഒരു തലമുറയെ ഗതി പിടിപ്പിക്കാത്ത ഒരു വ്യാപാരം ആ കുടുംബത്തിനകത്ത് വേര് പാകിയിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, കാലോചിതമായി നിങ്ങൾ പലതും മറക്കും, പക്ഷെ പൈശാചിക മണ്ഡലം ഇതൊന്നും മറക്കുകയില്ല. ഈ അമ്മയോട് ദൂതൻ പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറഞ്ഞതിന്റെ കാരണം എന്നറിയാമോ? എന്റെ കുഞ്ഞെ, നിന്റെ കുടുംബത്തിൽ ഇതുപോലൊരു വ്യാപാരം കിടപ്പുണ്ട്, നീ അതിനെ ബ്രേക്ക് ചെയ്തോണം. നീ അതിനെ ബ്രേക്ക് ചെയ്തോണം. നീ somebody, നീ അതിനെ ബ്രേക്ക് ചെയ്യണം. എനിക്ക് അതെങ്ങനെയാ, ഐ കാണ്ട് എക്സ്പ്ലെയിൻ, എങ്ങനെ പറയുമെന്ന് അറിയില്ല. ഞാൻ ഒറ്റ വാക്കി പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. ഓക്കെ എങ്കിലും പറ. അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, ഇസാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, യാക്കോബിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി. നമ്മളെല്ലാവരും പറഞ്ഞു, അബ്രഹാമിന്റെ, ഇസാക്കിന്റെ, യാക്കോബിന്റെ ദൈവമായ യഹോവേ. അബ്രഹാമിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, പുള്ളി ജീവനും കൊണ്ടോടി. ഇസാക്കിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, പുള്ളി പ്രാണനും കൊണ്ടോടി. യാക്കോബിന്റെ കാലത്ത് ക്ഷാമം ഉണ്ടായി, പുള്ളി കാലെ തൊലിയില്ലാതെ ഓടി. 3 പേർക്കും ദൈവമുണ്ട്, ദേവനുണ്ട്, പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, ആരാധനയുണ്ട്, ഗ്ലോറിയുണ്ട്, രക്തത്താഴ്ചയുണ്ട്, വിക്ടറി ഉണ്ട്, പക്ഷെ ഓട്ടമുണ്ട്. ക്ഷാമം പ്രാണനും കൊണ്ട് ഓട്. എൻ്റെ കർത്താവിൻ്റെ ദാസി, ഞാൻ അങ്ങയുടെ ദൂത് പറയട്ടെ. ഈ കുടുംബത്തിൽ തന്നെ ജനിച്ചതല്ലേ യോസഫ്?
അവന്റെ ലൈഫിൽ ക്ഷാമം വന്നപ്പോൾ അവൻ ഓടിയില്ല, അവൻ അതിനെ കൈകാര്യം ചെയ്തു. ശാപത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു തലമുറ ഇന്ന് രാത്രി ചിലത് അഴിയുകയാ. ചില വീടിനകത്തുനിന്ന് കൂടോടെ ചിലത് ഇന്ന് രാത്രി അഴിയാൻ പോകയാ. എന്നോട് ദൈവാത്മാവ് ആഴത്തിൽ പറയുന്നു, ഓടി ഒളിക്കുന്ന ഒരു തലമുറയല്ല, ഇടിച്ചു നിൽക്കുന്ന ഒരു തലമുറ. ചിലതിനോട് മല്ലയുദ്ധം ചെയ്യുന്ന, ചിലതിനെ വെട്ടുന്ന. അയ്യോ ഇത് പോരാ, വിട്ടുകൊടുക്ക്, തീ പിടിക്കട്ടെ, തീ പിടിക്കട്ടെ. എനിക്കറിയില്ല എന്താ പറയേണ്ടത്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പ്രോബ്ലങ്ങൾ നേരിടുന്നു. എന്നിട്ട് ഈ പ്രോബ്ലങ്ങളെ നമ്മുടെ കൂട്ടാളിയായിട്ട് നമ്മൾ കൂടെ കൂട്ടുന്നു. സ്ഥിരം തലവേദന വന്നിട്ട് മാറാതെ വരുമ്പോൾ തലവേദന ജീവിതത്തിന്റെ ഭാഗമാണെന്ന് ചിന്തിക്കുന്നവരെ പോലെ നിങ്ങൾ കഴിഞ്ഞ 18 വർഷമായിട്ട് തലവേദന സഹിക്കുന്നു. തലവേദന ഇല്ലാത്ത 18 കോടി മനുഷ്യർ ലോകത്തിൽ വേറെയുണ്ട്. എന്നിട്ട് ഞാൻ പറയുന്നു തലവേദന എൻ്റെ വിധിയാണെന്ന്. എന്നിട്ട് ഞാൻ തലവേദന എടുത്തെടുത്ത് ജീവിക്കുന്നു, തലവേദന എടുത്തെടുത്ത് ചാകുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്ന വാക്ക് ശ്രദ്ധിച്ചോണം, നീ തലവേദനയ്ക്കൊരു തലവേദനയായി മാറണം. എനിക്ക് എൻ്റെ ഉള്ളിലെ ചിന്ത, പൗലൂസിനെ കടിക്കാൻ വന്ന പാമ്പിനെ ഐ കമാൻഡ് യു എന്ന് പറഞ്ഞു പാമ്പ് ഇങ്ങനെ നിൽക്കും, പിന്നെ കൊത്തുകല. പക്ഷെ പൗലൂസിന്റെ മേലെ കൃപ വ്യാപരിച്ചില്ലല്ലോ. പാമ്പിന് നമ്മളൊക്കെ പാമ്പിനെ കണ്ണു പിടിച്ച് ഒത്തരുത് കേട്ടോ, അവിടെ നിർത്താം. പൗലൂസ് ഇത്രയും കൃപയുള്ള മനുഷ്യൻ, 10-14 ലേഖനം എഴുതി. ലേഖനം വായിച്ച നമ്മൾ പാമ്പിനെതിരെ പോരാടി. പക്ഷെ പൗലൂസ് പോരാടിയില്ല, ചുമ്മാ നിർത്തും, വന്ന് കടിച്ചേച്ച് കൂട്ടം നിർത്തും. ഇനി എൻ്റെ ഒരു സന്തോഷം ഞാൻ പറയാം. 276 പേര് കപ്പല ഉണ്ടായിട്ട് 275 പേരെയും പാമ്പ് കൊത്താഞ്ഞത് അവിടെ തൊലിക്കട്ടിയുടെ കൂടുതൽ കൊണ്ടല്ല, ഈ വിറകെ പോയി പിടിക്കുമ്പോഴേ ഈ പാമ്പിന് എതിരാളിയാകത്തുള്ളൂ. ചില സഭയിൽ 50 വർഷം ഇരുന്നാലും അവരൊരു നീർക്കോലി പോലും കടിക്കുകയല്ലോ. എനിക്ക് നല്ലപോലെ ചിരി വരുന്നുണ്ട്. ഞാൻ യോഗം കഴിഞ്ഞ് ചിരിക്കും, യോഗം കഴിഞ്ഞ് ഞാൻ ഇരുന്ന് ചിരിക്കും. കണ്ടാണ് നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ സഭയെ പറഞ്ഞു, നിങ്ങൾ ഈ ചിരിച്ച പരിശുദ്ധാത്മാ ഉഗാണ്ടയ്ക്കൊന്നും പോവുകയല്ല കേട്ടോ, നിങ്ങൾ ഫ്രീ ആയിട്ടിരുന്നു യോഗ കേൾക്കുന്ന ദൂതിന് ആമേൻ പറഞ്ഞു. അങ്ങനെ ചിലരുടെ വിചാരം അവരിങ്ങനെ ഇരുമ്പലൊക്കെ പോലെ ഇരിക്കുന്നുണ്ടായി യോഗം പോകുന്നതാണ്. ഒന്നുമില്ല. ഞാൻ ഈ സഭയെ കഴിഞ്ഞ ദിവസം പറഞ്ഞാൽ ഈ സാത്താൻ പറഞ്ഞൊരു വാക്കാ, എനിക്ക് യേശുവിനെ അറിയാം, പൗലൂസിനെ പരിചയമുണ്ടെന്ന്. 3-ാം സ്വർഗം വരെ പോയ 14 ലേഖനം എഴുതിയ ഒരു മഹാദൈവ മനുഷ്യനെ സാത്താൻ പറയാ, ഈ പുള്ളിന് എനിക്ക് പരിചയമുണ്ട്, പക്ഷെ യേശുവിനെ എനിക്കറിയാം, ഐ നോ. പക്ഷെ പൗലൂസിനെ, അപ്പൊ ഇത്രയൊക്കെ ചെയ്ത പൗലൂസിനെ കുറിച്ച് സാത്താൻ പറഞ്ഞ് എനിക്ക് പരിചയമുണ്ടെന്ന. ഞാനിത് വായിച്ചു അവരോട് വെച്ച്, നമ്മളൊക്കെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയത് പോലും സാത്താൻ ചില പറഞ്ഞു കാണുകയില്ല. ചിരിച്ചു തള്ളണ്ട. ഞാൻ സത്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടിട്ടില്ലേ, ആ പാസ്റ്റർ ഞങ്ങളുടെ സഭയിൽ ഇരുന്ന് 23 വർഷം വിട്ടിരുന്നു, ഒരു കുഴപ്പമില്ല. എന്നാ കുഴപ്പം? ഇദ്ദേഹം ഇവിടെ ഇരിക്കുന്നു, വിറക് അവിടെ ഇരിക്കുന്നു. ഈ പുള്ളി ഒരിക്കലും വിറകിനടുത്തോട്ട് പോയിട്ടുമില്ല, വിറകൊട്ട് എടുത്തിട്ടുമില്ല. പാമ്പ് വിറകലല്ലേ ഇരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, പത്രോസ് ഇത്ര ശക്തനായിട്ട് എന്തുകൊണ്ടാണ് തള്ളി പറഞ്ഞത്? ഞാൻ പറഞ്ഞു അറിയാമെന്ന് പറഞ്ഞു. എന്നാലും എന്തുകൊണ്ട് അന്ത്രയോസ് തള്ളി പറഞ്ഞില്ല? ഞാൻ എടാ പോയി വേറെ പണി വല്ലെന്ന് പേരയ്ക്കകത്തിരുന്ന എങ്ങനെയാ തള്ളി പറയുന്നത്? മനസ്സിലായില്ലേ? ബാക്കി 10 പേര് എവിടെയാ ഇരുന്നത്? പറഞ്ഞു, മുറിക്കകത്തിരുന്നു. പത്രോസോ കാവൽപ്പുരമുറ്റത്ത് ചെന്നു. അവിടെ ചെല്ലുമ്പോഴല്ലേ പ്രശ്നം. എൻ്റെ അപ്പായുടെ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഞാൻ സൈക്കിളിൽ നിന്ന് പോലും വീണിട്ടില്ലെന്ന്. എന്നാലും ഞങ്ങളുടെ വലിയ പറഞ്ഞു, അതിനകത്ത് നീ എന്നെ അത് കയറിയിട്ട് വേണ്ടേന്ന്. വലിയ കാര്യമാണ് കേട്ടോ. ഒരു ആമേൻ പറയാവോ?
ഓവിൻ ശക്തി കാഴ്ച ശബ്ദങ്ങൾ എനിക്കേറെ വേണം, വിശ്വാസ പോരിൽ നിൽക്കുവാൻ. അവിടെ ഇരുന്നോടാ, ഞാൻ പാടിക്കോളാം. പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ. വിൻശക്തി കാഴ്ച ശബ്ദങ്ങൾ എനിക്ക് ഡിലേ ഇട്ടില്ലേ, ഞാൻ അങ്ങോട്ട് വരും, ഞാൻ പറഞ്ഞേക്കാം. എനിക്കേറെ വേണം, വിശ്വാസ പോരിൽ നിൽക്കുവാൻ. ഈ പത്മോസിൽ എത്ര നാൾ ഞാൻ ഏകനായി പാർക്കണം, വിശ്വാസത്യാഗമില്ലാതെ. എന്നെ വരി അതൊക്കെ അല്ലേ. ഈ കറുത്ത കഴുകനെയും പണം പിരിച്ച പാമ്പിനെയൊക്കെ കണ്ട് ഞാൻ വിശ്വാസത്തിൽ നിൽക്കണമെങ്കിൽ എനിക്ക് വിൻശക്തി വേണം ഒത്തിരി. ഓ ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം, ശോകങ്ങളേറി വന്നാലും വേണ്ട ഈ ലോക ഇമ്പം, യേശുവേ നീ മതി എന്നും വാഴ്ത്തി പാടും. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട് ദൈവം, നല്ല നല്ല പവറായിട്ടൊരു ഹല്ലേലൂയ പറഞ്ഞ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, നമ്മളെ ഒന്നും അങ്ങനെ വിട്ടുകൊടുക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. സത്യത്തിൽ ഒരു പ്രശ്നത്തിനും നമ്മളെ കൊടുക്കാൻ കർത്താവിന് താല്പര്യമില്ല. പക്ഷെ ഈ പ്രശ്നം എൻ്റെ അളിയനാന്ന് ഞാൻ ചിന്തിക്കുന്നിടത്തോളം കാലം കർത്താവിന് പോലും അതിനെ പുറത്താക്കാൻ പറ്റുകയില്ല. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനെ അക്കോമഡേറ്റ് ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ബെഡ്റൂമിനകത്തോട്ട് കയറുമ്പോൾ ഒരു പാറ്റ ഒട്ടിക്കുന്നു, പാവം പാറ്റ എന്ന് പറഞ്ഞ് ആദ്യം ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പോവുക, പാറ്റയെ കൊല്ലുവോ? അപ്പൊ ഇത് പറ്റുകയില്ലെന്ന് ഞാൻ ചിന്തിച്ചത് കൊണ്ടാണ് അതിനെ കൊന്നത്. ഇതുപോലെ നിന്റെ ലൈഫിൽ അംഗീകരിക്കാൻ മേലാത്തന്നെ അവിടെ വെച്ച് കില്ല് ചെയ്യണം. ഒന്ന് നല്ല പോലെ ഒന്ന് കൈയടിച്ച് നമ്മുടെ ലൈഫിലോട്ട് കയറി വരുന്ന ടോക്സിക് ആയ സംഭവങ്ങളെ എൻജോയ് ചെയ്യരുത്. ഇതെന്റെ തല അങ്ങനെ ഒരു വരയില്ല, അതെന്റെ വിധി അല്ല. ആട്ടിടയനെ രാജാവാക്കാമെങ്കിൽ, മീൻപിടുത്തക്കാരനെ അപ്പോസ്തലനാക്കാമെങ്കിൽ, അവൻ നിന്നെ മാനിക്കാൻ. ഒന്ന് പൊട്ടിത്തെറിച്ചൊന്ന് ആരാധിച്ചേ കർത്താവിനെ. ഞാൻ ഈ ദൂതന്റെ ഗൗരവത്തിനോട് വരുക. എൻ്റെ ഉള്ളിൽ ചെന്ന് എന്നെ ഒരു സെക്കൻഡ് പോലും വിട്ടുകൊടുക്കാൻ എൻ്റെ കർത്താവിന് ഇഷ്ടമില്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, എന്നെ ഒരു സെക്കൻഡ് പോലും ഒരു പ്രശ്നത്തിനും വിട്ടുകൊടുക്കാൻ കർത്താവിന് ഇഷ്ടമില്ല. നിന്റെ മുമ്പിൽ നിൽക്കുന്നത് സിംഹമാണെങ്കിൽ, ഞാൻ ഈ ഭാഗം വായിച്ചു വെച്ച് ഞാൻ ദാവീദിനോട് ചോദിച്ചു, കൊച്ചിഞ്ഞു വന്നേ മോനെ, കൊച്ചിഞ്ഞു വന്നേടാ. ദാവീദിനോട് ഞാൻ ചോദിച്ചു, ദാവീദേ നീ പണ്ട് കീറിയ സിംഹത്തെ നിനക്ക് ഓർമ്മയുണ്ടോന്ന്? ഞാൻ അവിടെ നിനക്ക് ഓർമ്മയുണ്ടോയെന്ന് ചോദിച്ചപ്പോൾ ദാവീദ് പറഞ്ഞ്, എനിക്ക് സിംഹത്തെ ഓർമ്മയില്ല, അതിൻ്റെ വായിന്ന് രക്ഷിച്ച ആടിൻ്റെ മുഖം ഓർമ്മയുണ്ടെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലായോ? ഈ നമ്മളിൽ ഉണ്ടാകുന്ന താരപരിവേഷം മുഴുവൻ സിംഹത്തെ കീറിയെന്ന് പറഞ്ഞ. പക്ഷെ ദാവീദ് നോക്കിയത് സിംഹത്തെയല്ല, ദാവീദ് നോക്കിയത് സിംഹത്തെ അല്ല, പിന്നെ എൻ്റെ ആട് അതിൻ്റെ വായിൽ. അപ്പൊ ഈ ദാവീദ് സിംഹത്തെ സിംഹമാണെന്നോർത്തല്ല കീറിയത്. എന്റെ ആടിനെ ആര് വായി വെച്ചാലും ഞാൻ അതിനെ കയറും. ഇതൊക്കെ ആരോട് പറയാനാ? ഫോർട്ട് കൊച്ചിയിലെ ഏത് പിശാച് എന്റെ ആടിനെ വായിക്കറ്റാലും ഞാൻ അതിനെ കയറും. ആ സാധനത്തിന്റെ വലിപ്പം എനിക്ക് വിഷയമല്ല, എന്റെ ആടിന്റെ കരച്ചിലാണ് എന്റെ വിഷയം. ഓ നിന്മാർവിലെ സ്നേഹച്ചൂടതിൽ എന്നെയും ചേർത്തു നീ. നിന്മാർവിലെ സ്നേഹച്ചൂടതിൽ
എന്നെയും ചേർത്തു നീ. പ്രാണൻ പിടയുമ്പോഴും എന്നെയോർത്തു നീ. നിന്റെ സ്നേഹം അവർണ്ണനീയം. പ്രാണൻ പിടയുമ്പോഴും എന്നെയോർത്തു നീ. നിന്റെ സ്നേഹം അവർണ്ണനീയം. ആരുള്ളൂ അങ്ങേ പോലെ ശ്രേഷ്ഠനായി യോഗ്യനായി യേശുവേ. അവർണ്ണനീയം നിൻ സ്നേഹമാധുര്യം. പ്രാണപ്രിയനെ നിൻ കരുതലുകൾ. വർണ്ണനീയം നിൻ സ്നേഹമാധുര്യം. പ്രാണപ്രിയനെ. ഞാൻ എൻ്റെ ഒരു വരി നിങ്ങളുടെ മനസ്സിൽ കയറുമോ നോക്കട്ടെ. ഓ നിൻ മാർവിലെ സ്നേഹച്ചൂടതിൽ എന്നെയും ചേർത്തു നീ. നിന്മാർവിലെ സ്നേഹച്ചൂടതിൽ എന്നെയും ചേർത്തു നീ. പ്രാണൻ പിടയുമ്പോഴും എന്നെയോർത്തു നീ. നിന്റെ സ്നേഹം അവർണ്ണനീയം. പ്രാണൻ പിടയുമ്പോഴും എന്നെയോർത്തു നീ. നിന്റെ സ്നേഹം അവർണ്ണനീയം. താങ്ക് യു. നിങ്ങൾ എൻ്റെ മുഖത്തോട്ട് നോക്കിയാൽ ഞാനൊരു വാക്ക് പറയാം. ഈ കർത്താവിൻ്റെ നെഞ്ചിനകത്തെ ആ സ്നേഹ ചൂടിനകത്തോട്ടാണ് നമ്മളിങ്ങനെ ചേർത്ത് പിടിച്ചത്. രണ്ടാമത്, നമുക്ക് നമ്മളോട് പോലും വെറുപ്പ് വരുന്നൊരു സമയമുണ്ട്. എപ്പോഴാണെന്നറിയാം? പെയിൻ ക്രിയേറ്റ് ചെയ്യുമ്പോൾ. നമ്മുടെ ബോഡിയിൽ ഇങ്ങനെ പെയിൻ വരുമ്പോൾ ഉണ്ടല്ലോ, ഈ മൈഗ്രെയിൻ ഒക്കെയുള്ള വീട്ടിൽ കിടന്ന് പിള്ളേർ വെച്ച ബെൽറ്റിന് അവരെ തല്ലുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. കാര്യം മൈഗ്രെയിൻ എന്ന് പറഞ്ഞാൽ വല്ലാത്ത പെയിനാ. സ്വന്തം മക്കളെ പോലും നമുക്ക് അംഗീകരിക്കാൻ മേലാത്ത സമയമാണ് പെയിൻ. ലോകത്തിൽ സമാനതകളില്ലാത്ത വേദനയായിരുന്നു കാൽവറി. പ്രാണൻ പിടയുമ്പോഴും എന്നെ അവൻ ഓർത്തെങ്കിൽ. നിന്മാർവിലെ സ്നേഹച്ചൂടതിൽ എന്നെയും ചേർത്തു നീ. പ്രാണൻ പിടയുമ്പോഴും എന്നെയോർത്തു നീ. നിന്റെ സ്നേഹം അവർണ്ണനീയം. ഹല്ലേലൂയ. നല്ല സന്തോഷത്തോടെ ഹല്ലേലൂയ പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പാട്ട് പാടി എന്തിനാണെന്നറിയോ? ഞാൻ എഴുതിയ പാട്ടായതുകൊണ്ട് പാടിയതാ. ഇല്ല, ഞാനിത്ര കിടന്ന് കഷ്ടപ്പെടുവോ? ഹല്ലേലൂയ. ഞാൻ ഒരു ദിവസം വണ്ടി ഓടിച്ചുകൊണ്ട് പോരുമ്പം ഈ കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് ഞാനങ്ങ് വല്ലാതങ്ങ് അസ്വസ്ഥനായി. എനിക്ക് വണ്ടി ഓടിക്കാൻ മേല. ഞാൻ ആ റോട്ടിലിറങ്ങി പൊടിമണ്ണി മുട്ടുകുത്തി നിന്നുകൊണ്ട് കർത്താവ് എന്നോട് പറഞ്ഞു വരിക. ഞാൻ ഫോണിനകത്ത് പാടിയതാ, എഴുതിയതൊന്നുമല്ല. ഇപ്പം ഈ കേട്ടതുപോലെ തന്നെ ഇങ്ങനെ ഇറങ്ങി വന്നതാ തന്നെ. അതുകൊണ്ട് എനിക്ക് ഈ പാട്ടുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഹല്ലേലൂയ. ഇനി ഞാൻ ഈ ദൂതിനകത്തോട്ടൊന്ന് കയറാം. എനിക്ക് ഒരു ആശയമല്ല, ഒരു ദൂതേ പറയാനുള്ളൂ. ഞാൻ അങ്ങോട്ടായി പോകുന്നത്. എത്ര പേര് സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്? ഈ ഒരു ചന്ദ്രരോഗിനെയും കൊണ്ട് ഒരപ്പൻ യേശുവിൻ്റെ അടുത്തോട്ട് വരിക. ഡിലേ കട്ട് ചെയ്യാവോ? ഈ ചന്ദ്രരോഗിനെയും കൊണ്ട് അപ്പൻ യേശുവിൻ്റെ അടുത്തോട്ട് വരുമ്പോൾ ഒരു എന്തെല്ലാം ഉണ്ടേലും തലമുറകൾ തകർന്നാ തീർന്നില്ല ആ കുടുംബം മൊത്തം. നിങ്ങൾ കേൾക്കുന്നില്ലേ ഇതൊന്നും? അപ്പൊ ഒരപ്പൻ നിരാശയുടെ അങ്ങ് അഴിമുഖത്ത് നിൽക്കുക. ആ വാക്കൊക്കെ മനസ്സിലാവുമല്ലോ. സമാനതകളില്ലാത്ത വേദനയുടെ മുൾമുനയിലും ശരശയിലും നിൽക്കുന്ന ഒരു മനുഷ്യൻ
വികാര തീവ്രമായിട്ട് യേശുവിൻ്റെ അടുക്ക വന്നിച്ച് പറയുക, വേണ്ടേ എൻ്റെ മകന് ചന്ദ്രരോഗം. എനിക്ക് ഈ ചന്ദ്രരോഗത്തെ കുറിച്ചൊന്നും വ്യാഖ്യാനിക്കാൻ അറിയില്ല. ചുഴലിദീനമാണെന്നും നമ്മുടെ ഫിക്സ എന്നൊക്കെ ആളുകൾ പറയും. ഈ ചന്ദ്രനിൽ ഭാവവ്യത്യാസം ഉണ്ടല്ലോ, അമാവാസിയും പൗർണമിയൊക്കെ ഇല്ലേ? അപ്പം ഇതുപോലെ ഈ ആളുകൾ ഡുവൽ പേഴ്സണാലിറ്റി ക്രിയേറ്റ് ചെയ്യും. ഈ ചില ഞായറാഴ്ച ഭയങ്കരമായിട്ട് കൈയടിച്ച് ആരാധിച്ച് അടുത്ത ഞായറാഴ്ച ഒന്ന് വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഒക്കെ ചന്ദ്രരോഗിയാണ്. സ്ഥായി ആരോടും പറയണ്ട കേട്ടോ. സ്ഥായി ആയിട്ടുള്ള ഒരു ആത്മീയ അനുഭവം ഇല്ല. ഒരാഴ്ച കസേര ഓടിക്കും, അടുത്ത ആഴ്ച ഒടിഞ്ഞ കസേര ഒട്ടിച്ചുകൊണ്ടിരിക്കും അവിടെ. അത് എന്ന് പറഞ്ഞ ഒരു നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ദൈവദാസന്മാർക്ക് ഇവിടുന്ന് അങ്ങോട്ട് നോക്കുമ്പോൾ ചില ആഴ്ച അവരിങ്ങനെ പറക്കും, ഇങ്ങനെ പറക്കും. അടുത്ത ആഴ്ച ഇത് എന്നതായി ചെയ്യുന്നതെന്ന് നമുക്ക് പോലും അറിയില്ല. പിന്നെ കുലുങ്ങാതെ എന്നേക്കും ഇരിക്കുന്ന സിയോൻ പർവ്വതം പോലെ അതൊക്കെ ആയിരിക്കും. എനിക്കറിയില്ല, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ഈ അപ്പൻ യേശുവിൻ്റെ അടുത്ത്, നിങ്ങൾ ആ ദൂതിലേക്ക് ഒന്ന് കയറി വന്നാൽ മതി. യേശുവിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കർത്താവേ എൻ്റെ മകന് ചന്ദ്രരോഗം. ഈ ചന്ദ്രരോഗത്തിൻ്റെ അപകടം ഞാൻ പറയാം. ഒരു പനി വന്നാൽ ഡോളോയോ ഒരു 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 എന്തെങ്കിലും ഒരു പെയിൻ കില്ലറൊക്കെ കൊടുത്ത പാരസിറ്റമോളൊക്കെ കൊടുത്താൽ നിൽക്കും. പക്ഷെ ഈ അസുഖത്തിൻ്റെ പ്രത്യേകത എന്നാണെന്നറിയാം, ഏത് മിനിറ്റും ഇവൻ പെട്ടിക്കകത്ത് കയറും. ഇന്ന് രാത്രി എന്തോ അഴിയും. കർത്താവിൻ്റെ ആത്മാവ് എന്നോട് പറയുന്നുണ്ട്, എവിടെയോ പിശാച് സ്വരൂപിച്ചത് ഇന്ന് രാത്രി സ്വർഗം തകർക്കും. Hallelujah. Father, we thank you. Rabba kasatala. Woo! Swababara la katarabia tarabia. La tarabashara hatara siyara gadal. Hallelujah. ഇവനെ ചിലപ്പോ തീയിലേക്ക് തള്ളും, ഇവനെ ചിലപ്പോ വെള്ളത്തിലേക്ക് തള്ളും, ഇവനെ ചിലപ്പോ നിങ്ങൾ കേട്ടില്ലല്ലേ? അപ്പോ ഇവന്റെ പുറകിൽ എ സ്പിരിറ്റ് ഓഫ് ഡാർക്ക്നെസ്, ഒരു ഇരുട്ടിന്റെ ആത്മാവ്, ഒരു വയലേഷൻ സ്പിരിറ്റ് ഇവന്റെ പുറകെ നടക്കുക, അടിച്ചു മറിക്കാൻ. ഏത് സെക്കൻഡിലും ഇവൻ ശ്വാസം മുട്ടും അല്ലെങ്കിൽ കത്തും. അപ്പൊ ആ അപ്പന്റെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിക്കുക. പൊട്ടിത്തെറിക്കാൻ നിൽക്കുന്ന ഒരു പ്രഷർ കുക്കർ പോലെ നിൽക്കുന്ന ഒരപ്പൻ മകനെ കൊണ്ട് യേശുവിൻ്റെ അടുക്ക വന്നു. കൂടെ വരണേ. ആമേ. യേശുവിൻ്റെ അടുക്ക, കർത്താവേ എൻ്റെ കൊച്ചിനെ കൊണ്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം വന്നു. ഞാൻ നിങ്ങോട്ട് ചോദിക്കട്ടെ, രാത്രിയിൽ ഒരാൾക്കൊരു മേലാഴിക ഉണ്ടായി, നമ്മൾ ആശുപത്രി കൊണ്ടുപോകാൻ ഒരുങ്ങും. പെട്ടെന്ന് പറയത്തില്ലേ, രാത്രിയിൽ MD കാണത്തില്ല. പിന്നെ രാത്രിയിലുള്ളത് ആരാ? ഹൗസ് സർജൻസിക്ക് ഇരിക്കുന്ന അവർ ഡോക്ടേഴ്സ് അല്ലെന്ന് പറയാൻ പറ്റില്ല കേട്ടോ, അവർ ഡോക്ടേഴ്സാണ്. പക്ഷേ അവർ PG ചെയ്തിട്ടില്ല. അപ്പോൾ അവരുടെ അടുത്തോട്ട് പോകാൻ വിദഗ്ധ പരിശോധനയ്ക്ക് പറ്റാത്തത് കൊണ്ട് ചെല്ല് പറയും, രാത്രി പോകണ്ട, ഞാൻ പിടിച്ചു വെച്ചോളാം, നാളെ പോവാം. പക്ഷെ പ്രശ്നം വലുതാണെങ്കിലോ, രാത്രി തന്നെ പോവും. ഡോക്ടറെ കുത്തിപ്പൊക്കി വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാം നമ്മളെ പരിശോധിപ്പിക്കും. ഇതുപോലെ ഈ അപ്പന് 2 പ്രാവശ്യം വരാനുള്ള സാഹചര്യം ഇല്ലാത്തയാളാണ്. ഇതൊക്കെ 2 പ്രാവശ്യം വരാനുള്ള ടൈം ഇയാൾക്കുണ്ട്. പക്ഷെ അതിന് സമ്മതിക്കാത്തൊരു ദുരാത്മാവ് ഈ കൊച്ചിന്റെ പുറകെ നിൽക്കുക. ഇയാൾ ഭയങ്കര പ്രോബ്ലത്തിലാണ്. അതുകൊണ്ട് തന്നെ ഇത് ദേഷ്യമല്ല പാസ്റ്ററെ, ഇതൊരു അപ്പന്റെ വികാരം ദേഷ്യമായി മാറിയതാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഗലാത്യ ലേഖനത്തിൽ പൗലോസ് ചോദിക്കുന്നൊരു ചോദ്യം നിങ്ങൾ ഓർക്കുന്നില്ലേ? നിങ്ങൾ ആത്മാവിൽ ആരംഭിച്ചിട്ട് ജഡത്തിൽ അവസാനിപ്പിക്കുകയാണോ? നിങ്ങൾ ഇത്ര ബുദ്ധികെട്ടവരാണോ? അത് പൗലോസിലെ അപ്പന്റെ അകത്തെ വികാരം കോപമായി മാറിയതാണ്. അല്ലാതെ കോപം എന്ന വികാരം അല്ലത്. ഇതുപോലെ ഒരപ്പൻ, നിങ്ങൾ എന്നോടൊപ്പം ഉണ്ടല്ലോ അല്ലേ, യേശുവിൻ്റെ അടുക്ക വന്നിച്ച് പറയാ, കർത്താവേ കണ്ടോ ദുരന്തത്തിന്റെ അഴിമുഖത്ത് നിൽക്കുന്ന എൻ്റെ കൊച്ച്, എൻ്റെ സ്വപ്നങ്ങൾ മുഴുവൻ തുരുമ്പടിപ്പിക്കാനും പാത്രത്തിൽ ക്ലാവ് പിടിക്കുന്ന പോലെ നശിപ്പിച്ച് കളയാനും ശേഷിയുള്ളൊരു ദുരാത്മാവ് എൻ്റെ കൊച്ചിൻ്റെ തലയുടെ പുറകെ നിൽക്കുമ്പോൾ ഇവനെ കൊണ്ട് ഞാൻ നിന്റെ ശിഷ്യന്മാരുടെ കൂടെ വരണേ, നിന്റെ ശിഷ്യന്മാരുടെ അടുക്ക വന്നു. അടുത്ത വാക്കന, അവർക്കത് കഴിഞ്ഞില്ല. ദൈവരാജ്യം മൂക്കിടിക്കുകയല്ല, ദൗത്യം ഏറ്റെടുത്തവൻ മൂക്കിടിച്ച് വീഴുക. അവരെ കൊണ്ടത് കഴിഞ്ഞില്ല, അവരെ കൊണ്ടത് കഴിഞ്ഞില്ല. നീ വിളിച്ചതല്ലേ, നിന്റെ പുറകെ നടന്നതല്ലേ, 10-36 അത്ഭുതം നീ ഇവിടെ മുമ്പിൽ വെച്ച് ചെയ്തതല്ലേ. നിങ്ങൾ നോക്കിയേ, കണ്ണി നോക്കി ഭൂതമെന്ന് വിളിച്ചിട്ട് ദേഷ്യം കയറാത്ത യേശു ഇവിടെ ദേഷ്യം കയറി. ഞാൻ നിങ്ങൾ എത്രത്തോളം സഹിക്കും?
നിങ്ങൾക്ക് ഞാൻ ഈ വാക്യം എത്ര പ്രാവശ്യം പറഞ്ഞാലും നിങ്ങളുടെ തലയ്ക്കകത്ത് കയറുകയല്ല. കയറാനുള്ളൊരു മാർഗം ഞാൻ പറയും. ഇന്ന് യോഗം കഴിഞ്ഞ് വീട്ടിൽ ചെന്നേച്ച് ഭാര്യയോട് ഈ വാക്യം ഒന്ന് ചോദിച്ചേ, ഞാൻ നിന്നെ എത്രത്തോളം സഹിക്കും, ഞാൻ എത്രത്തോളം നിന്റെ കൂടെ. ചിലര് ഇളന്തിണ്ണെ കിടന്നുറങ്ങേണ്ടി വരും, വേറെ ചിലർ മുറ്റത്തൂടെ നടന്നു വരുന്ന കാണാം. ഈ വാക്ക് ഭയങ്കര ഇതാ കുഴപ്പം ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞു, ഇത് ഞാൻ 100 പ്രാവശ്യം പറഞ്ഞാലും നിങ്ങളുടെ തലയ്ക്കകത്ത് കയറുകയല്ല. ഇതിനൊക്കെ ഭീകരമായിട്ട് യേശു ചോദിച്ചത്, ഞാൻ എത്രത്തോളം നിങ്ങളെ സഹിക്കും, ഞാൻ എത്രത്തോളം. അതിൻ്റെ അർത്ഥം എന്നറിയോ? എന്നെ നിങ്ങളുടെ കൂടെ നിൽക്കാൻ പ്രേരിപ്പിക്കുന്നത് നിങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഫെയ്ത്ത് ആണ്. ഇനിയാ ഞാൻ ഇതിൻ്റെ ഗൗരവത്തിലോട്ട് പോകുന്നത്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരുന്നത് നന്നായിരുന്നു. മരണത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന മോനും അപ്പൻ ഇവിടെ നിൽക്കുന്നു, ശിഷ്യന്മാർ ഇവിടെ നിൽക്കുന്നു. ഈ ചെറുക്കൻ ഇത് എമർജൻസിയാണ്. ഹലോ, എമർജൻസിയാണ്. കാരണം മരണത്തിന്റെ കരിങ്കൊടി അവന്റെ പുറകിൽ കാണാം. താടി വട്ടം കെട്ടി മൂക്കി പഞ്ഞു വെച്ച് പാട്ടുപാടി അറടി മണ്ണിൽ ഇവിടെ ചവിട്ടിത്താഴ്ത്താൻ നിൽക്കുന്ന ദുരാത്മ വ്യൂഹം ഇവന്റെ പുറകിൽ കാണാം. പക്ഷെ ഈ ചന്ദ്രരോഗിയായ മോനെ അപ്പനെ അവിടെ നിർത്തിക്കൊണ്ട് യേശു ആദ്യം ട്രീറ്റ് ചെയ്തത് ചന്ദ്രരോഗത്തെ അല്ല, അവിശ്വാസത്തെയാ. യേശു ആദ്യം അറ്റൻഡ് ചെയ്തത് ചന്ദ്രരോഗിനെയാണോ? നോ, അവിശ്വാസം. അതിന്റെ അർത്ഥം എന്നറിയോ? ചന്ദ്രരോഗത്തെക്കാൾ ഡേഞ്ചറാണ് അവിശ്വാസം. യേശുവിന്റെ നാമത്തിൽ ജയം. അവിശ്വാസത്തിന്റെ ദുരാത്മാക്കൾ പുറത്തു പോട്ടെ, അവിശ്വാസത്തിന്റെ തിങ്കിങ്ങുകൾ പുറത്തു പോട്ടെ, അവിശ്വാസത്തിന്റെ ചിന്തകൾ. അവിശ്വാസം. ഞാൻ വിശ്വാസത്ത് എന്ന വാക്കിനെ കുറിച്ച് പ്രസംഗിച്ച് ഇനി താഴോട്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നത്. ഏതായാലും ഒരു കാര്യം എനിക്കറിയാം. ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നിന്റെ മോനെ മോറിയായി കൊണ്ടുവന്ന് ചാരമാക്കണമെന്ന്. ഈ ചാരമാക്കാൻ പറഞ്ഞ ദൈവത്തിന്റെ വാക്ക് ഭീകരമാണെങ്കിലും അബ്രഹാം വളരെ തൻ്റെ ഇടത്തോടെ മകനെ കൊണ്ട് കയറിപ്പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോ? നിങ്ങൾ അബ്രഹാമിനോട് ചോദിച്ച്, അബ്രഹാമേ, സ്വന്തം മകന്റെ കഴുത്ത് വെട്ടി തോലുരിച്ച് മാംസം വെള്ളത്തിൽ കുലുക്കി കഴുകി കഷ്ണങ്ങളായി നുറുക്കി ഉണങ്ങിയ വിറകിൽ വെച്ച് യാഗപീഠത്തിൽ വെച്ച് കത്തിക്കണ്ടേ അബ്രഹാമേ? അബ്രഹാം പറഞ്ഞ മറുപടി കേൾക്കണോ? മോറിയായിലെത്തി എൻ്റെ മകനെ ചാരമാക്കിയാൽ എൻ്റെ വിശ്വാസം ചാരത്തെ മകനാക്കും. ഉണ്ടോ? അപ്പൊ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ഞാൻ ആ വാക്ക് ഇച്ചിവിടെ കയറ്റി പറയാം. ഈ സാധനം അബ്രഹാമിന്റെ അകത്തുനിന്ന് ക്രിയേറ്റ് ചെയ്തപ്പോൾ, ഇനി ഞാൻ പറയുന്ന വാക്ക് നിങ്ങൾ വെട്ടി എവിടെയും കൊണ്ടിടരുത്, പിശാചിന്റെ കൈ കൊണ്ട് കൊടുക്കരുത്. ദൈവം ചമ്മിപ്പോയി. കാരണം അറിയാം, ദൈവം ചിന്തിച്ചതിനേക്കാൾ മേളിക്കയറും ഈ മനുഷ്യൻ ഫെയ്ത്തിൽ. അപ്പൊ ദൈവത്തിന് മനസ്സിലായി, ഞാൻ ഇവനും കൂടെ ഈ കളി കളിച്ചാൽ ഞാൻ പച്ചയ്ക്ക് തോറ്റുപോകും. ഇതിക്കുള്ളൊക്കെ എനിക്ക് അറിയത്തില്ല പറയാൻ, എനിക്ക് ഇവിടെ കിടന്നൊക്കെ ഓർഡർ തോന്നുക. ദൈവത്തിന് മനസ്സിലായി, ബീച്ചാനോട് ഇനി കളിച്ച പച്ചയ്ക്ക് തോറ്റു. അതുകൊണ്ട് തമ്പുരാൻ ചെയ്തതിനാന്നറിയോ? തമ്പുരാൻ താഴെ ഇറങ്ങി അബ്രഹാമിന് തോളെ കേട്ടേച്ച് പറയാ, നിന്റെ വിഷയം ചാരം വരെ പോവുകയില്ല, അതിനേക്കാൾ മുമ്പ് ഞാൻ ഇടപെടാൻ പോവാ. കാര്യം പോയാ ഞാൻ തോക്കും. ആരോടോ ദൈവാത്മാവ് ഇന്ന് രാത്രി പ്രവചിച്ചു പറയുന്നു, നിന്റെ തലമുറയുടെ വിഷയം അവിടം വരെ പോകുകയില്ല, അതിനേക്കാൾ മുൻപ്. ഞാൻ ഈ പുൾപിറ്റിൽ നിൽക്കുമ്പോൾ സംതിങ് ഗോയിങ് ടു ഹാപ്പൻ. ആത്മാവ് എന്നോട് പറയുന്നു, ആമേൻ, ചില തലമുറകളുടെ വിഷയത്തിൽ എമർജൻസി ആയിട്ടുള്ള ചില ദൈവിക ഇടപെടലുകൾ. ചില കുടുംബങ്ങളുടെ വിഷയത്തിൽ എമർജൻസി ആയിട്ടുള്ള സ്വീകരിക്ക. അയ്യോ, ഇത് പോരാ. എമർജൻസി ആയിട്ടുള്ള ഞാൻ ആ ഭാഗം അങ്ങ് മനഃപൂർവ്വം വിടുകയാണ്. ഇനി ഇപ്പം ഞാൻ കൃത്യം ദൂതനകത്തോടെ എനിക്കിനി കയറാൻ എളുപ്പമാണ്. എൻ്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മുഴുവൻ അസ്വസ്ഥമാകും. നിന്റെ ശിഷ്യന്മാരുടെ അടുക്കൽ ഇവരെയും കൊണ്ടുവന്നു, അവർക്ക് ഇവനെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. അവിടം വരെ കറക്റ്റാണോ? എൻ്റെ ചോദ്യം, യേശു എവിടായിരുന്നു? അതാ ഒന്നുകൂടെ ചോദിക്കട്ടെ ചോദ്യം, യേശു എവിടായിരുന്നു? ഈ ചന്ദ്രരോഗിയെ കൊണ്ട് വന്നപ്പോൾ യേശു എവിടായിരുന്നു?
ഇതിങ്ങനെ അകത്ത് കീറി കീറി കത്തട്ടെ. യേശു എവിടായിരുന്നു? ഒറ്റ മറുപടി, യേശു മറുരൂപമലയിലായിരുന്നു. ആണോ? റൈറ്റ്. മറുരൂപമലയിലായിരുന്നെങ്കിൽ യേശു ഒറ്റയ്ക്കല്ലല്ലോ. ഇതൊക്കെ പറയുന്നത് എന്നെ വേണം ഓടിച്ചിട്ട് തൊഴിക്കാൻ. യേശു ഒറ്റയ്ക്കല്ലല്ലോ. പത്രോസില്ലേ, യാക്കോബില്ലേ, യോഹന്നാനില്ലേ? അപ്പൊ 12-ൽ 3 മേളിലാ, ബാക്കി താഴെ 9 ആണെങ്കിൽ ചന്ദ്രരോഗിയെ കൊണ്ടുവച്ചത് 12-ന്റെ മുമ്പിലല്ല, 9 മുമ്പിലാ. ആ ക്ലൈമറ്റ് അങ്ങനെ അങ്ങോട്ട് മാറട്ടെ. താഴെ നിൽക്കുന്ന 9 ചോട്ടിലോട്ടാണ് ചന്ദ്രരോഗിയെ കൊണ്ട് പോയത്. അവർക്ക് ആ റലത്തിൽ കയറുന്ന മിനിസ്റ്റർ ചെയ്യാൻ പറ്റിയില്ല. ഈ സെയിം ടൈമിൽ 3 പേര് ഗ്ലോറിയിലോട്ട് കയറിയിട്ടുണ്ട്. ഇന്ന് രാത്രി ഞാൻ ഇവിടെ വന്നത് ഒരൊറ്റ ദൂത് പറയാനാ. ആത്മീക ഗോളം 2ആയി തിരിയാൻ പോകയാ. ദൈവദാസന്മാർ 2ആയി തിരിയാൻ പോകയാ. 1 അടിവാരത്തിൽ നിൽക്കുന്ന 9 പേര്, 2 ഗ്ലോറിയിലേക്ക് കയറുന്ന. ഈ ഉപവാസ പ്രാർത്ഥന വെറുതെ വെച്ചതല്ല. ഒരു തലമുറ ഗ്ലോറിയിലേക്ക്. മീശ പഠിച്ചവരോ, വെള്ളമെടുത്തവരോ, കാതും കഴുത്തും പറിച്ചവരോ, സ്നാനക്കുളത്തിൽ ഇറങ്ങിയവരോ, ഇങ്ങനെ പെന്തക്കോസ്തിന്റെ രൂപത്തെ കുറിച്ച് നാം വാചാലമാകുമ്പോൾ ദൈവം ഇന്ന് രാത്രി ഇതിനകത്ത് നിൽക്കുന്നത് അടിവാരത്തിൽ ഒരു തലമുറയെ നിർത്താനല്ല, ആർക്കും കയറി ചെല്ലാൻ കഴിയാത്ത ഒരു ഗ്ലോറിയിലേക്ക്. ഒന്ന് ശരിക്കൊന്ന് കൈ അടിച്ച് ഈ സഭയ്ക്കകത്ത് ഞാൻ നിൽക്കുമ്പോൾ ഇതൊരു പ്രൊഫറ്റിക്കൽ റലത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറയുന്നു, ഇന്ത്യയിലെ ദൈവസഭകൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഗ്ലോറിയുടെ അടുത്ത ഒരു റലത്തിലേക്ക് ഇന്ന് രാത്രി എന്റെ ദൂതനകത്ത് നിൽക്കുന്നത് ദൈവത്തിന്റെ കാബോധാണ്, ദൈവത്തിന്റെ തേജസ്സാണ്. ആത്മീകതയുടെ അടിവാരങ്ങളിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ആളുകൾ അവരുടെ പ്രാർത്ഥനാ വിഷയത്തിൽ വീട് കാണും, വണ്ടി കാണും, അതുപോലെ സാലറി കൂടുന്നത് കാണും, ഏതെങ്കിലും രാജ്യത്തിന്റെ വീസ അടിക്കുന്നത് കാണും. ഇതിനോടൊന്നും ഞാൻ എതിരല്ല. പക്ഷെ ഒരു തലമുറയെ ദൈവം മാറ്റി വെച്ച് പറയുന്നു, ബാ ഗ്ലോറിയിലേക്ക് വാ, കേറി വാ. ആത്മീകതയുടെ അടിവാരങ്ങളിൽ വേഷം കെട്ടി നിൽക്കാനല്ല, ഗ്ലോറിയിൽ മഹത്വം കാണാൻ. എനിക്കറിയില്ല, ഇതിനകത്ത് ചിലതിനെ ഇന്ന് രാത്രി സ്വർഗം സിലക്ട് ചെയ്യാൻ പോകയാ. ഇതിനകത്ത് വിട്ടുകൊടുക്ക്. എറണാകുളം, കൊച്ചി ഇതുവരെ കാണാത്തത് ഒരു തലമുറ. ഇങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടോ? എന്നോട് കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് വരണേ. ഇങ്ങനെ ഒരു സെലക്ഷൻ ഉണ്ടോ? ഉണ്ട്. പുറപ്പാട് പുസ്തകത്തിൽ എടുക്കണ്ട കുനിയേ വേണ്ട എന്ന് നോക്കിയോ. പുറപ്പാട് പുസ്തകത്തിൽ 20 ലക്ഷം പേര് അടിവാരത്തിൽ നിന്നപ്പോൾ ദൈവം പറഞ്ഞത് മോശ മാത്രം കയറി വരാനാ. നടക്കുന്ന സെലക്ഷൻ സീനായിൽ ഗ്ലോറി ഇറങ്ങാൻ പോകുകയാ. ഇതിനകത്ത് കയറാൻ എല്ലാവർക്കും പറ്റില്ല. ഇതിനകത്ത് എല്ലാവർക്കും ഇൻവിറ്റേഷൻ ഇല്ല. നിങ്ങൾ എന്നോട് പൊറുക്കുക. രക്ഷിക്കപ്പെട്ടതിന്റെ പേരിൽ എല്ലാവർക്കും ഇതിനകത്തേക്ക് ഇൻവിറ്റേഷൻ ഇല്ല. അങ്ങനെയായിരുന്നെങ്കിൽ അന്ത്രയോസും കയറണമായിരുന്നു.
ഹല്ലേലൂയ. ദൈവം മോശയോട് പറഞ്ഞു കേറി വാ, കേറി വാ. കേറി, എനിക്ക് അതെങ്ങനെയാ വിശദീകരിക്കേണ്ടത് അറിയില്ല. ഈ കേറിയ മോശ, മോനെ എനിക്ക് ഇതിന്റെ ഒളി ചൂട് അവിടെ മക്കളെ, ഇതിന്റെ ഒളി കേറി വെച്ച് മോശ താഴോട്ടിറങ്ങുമ്പോണ്ടല്ലോ മോശയുടെ നാവിന് വിൽക്കുക. പക്ഷെ മോശ നാവ് കൊണ്ട് ഇന്നലകളിൽ ശുശ്രൂഷിച്ചത് ഇന്ന് അവന്റെ ത്വക്ക് ശുശ്രൂഷിക്കാൻ തുടങ്ങി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ ഒന്നുകൂടെ പറയാം. ആമേൻ. കർത്താവിന്റെ ദാസന്മാരെ ഞാൻ ഉറപ്പിച്ചു പറയാം, പ്രസംഗത്തിന്റെ കാലം കഴിയാൻ പോകയാ. ആ സീസൺ തീരാൻ പോകയാ. ഇനി മിനിസ്ട്രി ഗ്ലോറി. ഗ്ലോറി. ഒരു തലമുറ. എൻ്റെ ആവേശം കൊണ്ട് ഞാൻ ഒരു വാക്ക് കയറ്റി പറയുക. ഒരു പക്ഷേ ഒരു ഗ്ലോറി ചുമക്കുന്ന ഒരു ദൈവമനുഷ്യൻ ഒരു സെമിത്തേരിയുടെ വാതിക്കൽ കൂടെ നടന്നു പോകുമ്പോൾ, പണ്ട് ഏലിശാവിൻ്റെ അസ്ഥിയെ തൊട്ടിട്ട് ഒരുത്തൻ ഉയർത്തെഴുന്നേറ്റ് ഓടിയതുപോലെ കല്ലറകൾ തുറക്കപ്പെടുന്ന, ഇനി കൺവെൻഷൻ നടക്കുന്നത് ഗ്രൗണ്ടുകളിലല്ല, അത് വഴിയോരങ്ങളിലേക്ക് മാറ്റപ്പെടുന്ന ഈ സഭയുടെ മേളിൽ ആ ഗ്ലോറി നിൽക്കുന്നുണ്ട്. സ്വീകരിക്കാൻ, സ്വീകരിക്കാൻ. Come on. ഈ പദത്തെ വലിച്ചു നീട്ടണ്ട. ആ പദം പച്ചയായിട്ട് അവിടെ ഇരിക്കട്ടെ. ആമേൻ. യോഹന്നാൻ 11 എടുക്കണ്ട കുനിയ വേണ്ട. യോഹന്നാൻ 11, ലാസറിന്റെ വീട്ടിൽ മഹത്വം. ഗാഡ് റിവീൽ ഹിസ് ഗ്ലോറി. അവന്റെ ഗ്ലോറി ഓപ്പൺ ആക്കിയപ്പോൾ ആമേൻ, കല്ലറയ്ക്കകത്ത് കിടന്ന ലാസർ കൂടെ വന്നിരിക്കുന്നു. ലാസറെ പുറത്തു വരാനല്ലേ പറഞ്ഞുള്ളൂ, അല്ലെ? മരണത്തിന്റെ ആത്മാവെ ഞാൻ നിന്നെ ചവിട്ടുന്നു, കൊല്ലുന്ന ദുരാത്മാവെ ഞാൻ നിന്നെ മെതിക്കുന്നു, ഐ കമാൻഡ് യു, ടച്ച് യു. ഒന്നുമില്ല, ഒരു ഇല്ല, ചുമ്മാ ഒരു വിളി, ലാസറേ എന്ന് പറഞ്ഞാൽ ഈ ദുരന്തത്തിന് മുമ്പ് ദൈവം സൃഷ്ടിച്ച ലാസർ എങ്ങനെയായിരുന്നോ ആ പഴയ പ്രോഡക്റ്റ് അതുപോലെ ഇപ്പൊ പുറത്തു വരണം. പിശാച് ചെയ്ത സകല ദോഷവും ഈ ഒരൊറ്റ വിളിക്കകത്ത്. എന്റെ കർത്താവേ, നിന്റെ കുടുംബത്തിനകത്ത് പിശാച് വരുത്തി വെച്ച സകല വിനകളും ആ ഗ്ലോറിക്കകത്ത് ഹല്ലേലൂയ. കാനയിലെ കല്യാണ വീട്ടിൽ യേശുവിന്റെ നാമത്തിൽ പച്ചവെള്ളത്തോട് ഞാൻ കൽപ്പിക്കുന്നു എന്നൊന്നും യേശു പറഞ്ഞിട്ടില്ല, കോരിക്കൊണ്ട് ഒഴിക്കാനേ പറഞ്ഞുള്ളൂ. കാര്യം മാനേജ് ചെയ്തത് ദൈവത്തിന്റെ ഗ്ലോറി ആയതുകൊണ്ട് പച്ചവെള്ളം കോരി എടുത്തപ്പോൾ വീഞ്ഞു പോലെ നിൽക്കുകയാ. എന്ന് പറഞ്ഞാൽ എന്നിൽ ഗ്ലോറി ഓപ്പറേറ്റ്. ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് പറയുന്നു, അടിവാരങ്ങളിൽ തുടരുന്ന ആത്മീകത ഇന്ന് രാത്രി കൊണ്ട് അവസാനിപ്പിക്കണം. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഞാൻ കൈയടിച്ചാൽ അവരെന്ത് ചിന്തിക്കും? ഞാൻ അന്യഭാഷ പറഞ്ഞാൽ അവരെന്ത് ചിന്തിക്കും? ഞാൻ ചർച്ചിനകത്ത് കിടന്നൊന്ന് ഓടിപ്പോയാൽ അവരെന്ത് ചിന്തിക്കും? ഞാനൊരു റെവലേഷനിൽ നിന്നുകൊണ്ട് ഒന്ന് ഡാൻസ് ചെയ്ത് ദൈവത്തെ സ്തുതിച്ചാൽ അവരെന്ത് ചിന്തിക്കും? ഞാൻ അത് ചെയ്താൽ അവരെന്ത്? ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അഭിനയിക്കാൻ സിനിമാ നടന്മാരുണ്ടല്ലോ, നിന്നെ അതിനു വേണ്ടി അല്ല വിളിച്ചത്. Hallelujah. Oh! കർത്താവ് എന്നോട് പറയുക, ആത്മീയതയ്ക്ക് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കി മനുഷ്യര്. ഇതാണ് സഭ. ഞായറാഴ്ച ഒരു യോഗം, ചൊവ്വാഴ്ച ഒരു യോഗം, വെള്ളിയാഴ്ച ഒരു യോഗം, വർഷത്തിലൊരു 21, പിന്നൊരു 3, പിന്നൊരു 7, ഇടയ്ക്കിടയ്ക്കൊക്കെ 5 പേരെ വെച്ച് മുക്കുന്നു, പിന്നൊരു മാസയോഗം, പിന്നെ അത്, പിന്നൊരു സൺഡേ സ്കൂൾ. ഈ ഔട്ട്ലൈൻ, ഈ വോളുകളുടെ അപ്പുറത്ത് ഒരു തലമുറയോട് ദൈവം പറയുക, അടിവാരങ്ങളിൽ ഒതുങ്ങാതെ ഒന്ന് കയറി വന്നോ മേളിലോട്ട്.
ഒന്ന് കയറി വന്നോ. Holy Spirit of God, ഈ അന്തരീക്ഷത്തിൽ പരിശുദ്ധാത്മാവിന്റെ ഗ്ലോറി നിറഞ്ഞു നിൽക്കട്ടെ. ഇനി ഈ സാധനം എന്നാന്ന് പറയാനുള്ള നേരം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾ എൻ്റെ കൂടെ വരണേ. 17-ാമത്തെ അധ്യായം ഒന്ന് എടുത്ത്, ഒന്നുകിൽ എവിടെയെങ്കിലും ഒന്ന് കാണിക്കാമെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വായിച്ചോളൂ പെട്ടെന്ന്. 17:1 വായിച്ചോളൂ പെട്ടെന്ന്. 6 ദിവസം കഴിഞ്ഞ ശേഷം മതി. 6 ദിവസം കഴിഞ്ഞ ശേഷം ഒന്നൂടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം ഒന്നൂടെ. 6 ദിവസം കഴിഞ്ഞ ശേഷം. ഇനി ഞാൻ വായിപ്പിച്ച അദ്ദേഹം ദേഷ്യം കയറി. ഇതുവരെയായിട്ട് 6 ദിവസം കഴിഞ്ഞില്ലെന്ന് ചോദിക്കും. 6 ദിവസം കഴിഞ്ഞില്ലേ? ആൻറ്റി ചെന്ന് പറ്റി ആ സഹോദരിയോടൊന്ന് പറഞ്ഞ് 6 ദിവസം കഴിഞ്ഞെന്നൊന്ന് പറഞ്ഞ്. അയ്യോടാ, വളരെ ശോകം. ഒന്ന് പറഞ്ഞ് 6 ദിവസം കഴിഞ്ഞെന്ന്. ആരോടെങ്കിലും ഒക്കെ പറ 6 ദിവസം കഴിഞ്ഞെന്ന് പറ. ബീച്ച് 6 ദിവസം കഴിഞ്ഞ അതൊരു സ്ഫോടനം പോലത്തെ ദൂത. അതിന്റെ കാര്യം എന്നറിയാം, ഈ 6-ാമത്തെ ദിവസം വരെ മനുഷ്യന്റെ ദിവസമാ, 7-ാമത്തെ ദിവസം തമ്പുരാന്റെയാ. 6 ദിവസം കഴിഞ്ഞെന്ന് പറഞ്ഞാൽ ദൂതൻ എന്നറിയാമോ? മനുഷ്യന്റെ ഇടപെടൽ കഴിഞ്ഞു, മനുഷ്യന്റെ പരിപാടി കഴിഞ്ഞു, മനുഷ്യന്റെ ചിന്ത കഴിഞ്ഞു, മനുഷ്യന്റെ ബുദ്ധി കഴിഞ്ഞു. ഇത് ദൈവത്തിന്റെ സമയമാണ്, ഇത് പരിശുദ്ധാത്മാവിന്റെ സമയമാണ്. എത്ര പേരാ കരമടിച്ചുമായി നിന്റെ വീട്ടിൽ ഇനി നടക്കുന്നത് മനുഷ്യന്റെ പ്രവൃത്തിയല്ല. നിന്റെ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നിന്റെ വീട്, നിന്റെ ഭാവി, നിന്റെ ജോലി, നിന്റെ മിനിസ്ട്രി, നിന്റെ വിഷൻ ആൻഡ് നിന്റെ മിഷൻ, എവറിത്തിങ്, ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും ഹ്യൂമൻ ഇടപാട് കഴിഞ്ഞു. ഇനി മനുഷ്യൻ ഒന്നും ചെയ്യാനില്ല ഇവിടെ. ഇനി മനുഷ്യൻ ഒന്നും ചെയ്യാനില്ല. ഇനി ഞാൻ ആത്മാവിൽ ചലിക്കാൻ പോകയാ. ഒന്ന് നല്ല പോലെ ആ മൂലയ്ക്ക് പോയി നിൽക്കുന്ന കൊച്ച് എൻ്റെ അടുത്തോട്ട് വരുവോ? കരയാതെ വരുവോ? എൻ്റെ അടുത്തോട്ട് മോനിഞ്ഞോടി വന്നടാ, അങ്കിളുടെ അടുത്തോട്ട് വരാവോ? ബാ, നിന്നെ തന്നെ പോര്. വരുവോ? വഴക്കാണോ? ഇല്ല, പോയി. എനിക്ക് എടുത്താ പൊങ്ങുന്ന പിള്ളേരാരെങ്കിലും ഉണ്ടോ? കൊച്ചിഞ്ഞു വന്നേടാ, പിന്നെ ഓടി സമയങ്ങളേന്ന്. കമാൺ. അയ്യോടാ, വഴക്ക് പറഞ്ഞല്ല, നിനക്കൊരു ചാൻസ് പോയി. ഇപ്പോ എൻ്റെ ദൈവമേ, ഇവിടെ തന്നെ അയച്ചതിനായിട്ട് സ്തോത്രം. അയ്യോ, അതില്ലേ കഴിഞ്ഞേനെ. ഹോളി സ്പിരിറ്റ്. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ നിങ്ങളൊരു വാക്യം കണ്ടായിരുന്നോ? ഫിലിപ്പോസിനെ ദൈവത്തിന്റെ ആത്മാവ് എടുത്തെന്ന് വായിച്ചിട്ടുണ്ടോ? ഇതാരാ ഇത്? കേൾക്കുന്നുണ്ടോ? എടുത്തെന്ന്. ഇതാ പരിപാടി. ഇങ്ങനെ എടുക്കുക. അവയുടെ പേരെന്ന് ആൻഡ്രിയ. നിങ്ങൾ കണ്ടോ? ഞാൻ ആൻഡ്രിയ എടുത്തിരിക്കുന്നു. ഇപ്പോൾ ആൻഡ്രിയയുടെ മൂവ്മെന്റുകളുടെ പ്രത്യേകത എന്നറിയോ? ഇപ്പൊ ആൻഡ്രിയ ചിന്തിക്കുന്നിടത്തോട്ടല്ല ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ പോകുന്നിടത്തോട്ടേ ഈ കൊച്ചിന് പോകാൻ പറ്റത്തുള്ളൂ. പരിശുദ്ധാത്മാവ് ഒരു തലമുറനെ എടുത്തു കഴിഞ്ഞാൽ അവരുടെ പ്രോജക്റ്റ് കഴിഞ്ഞു. നിങ്ങൾ കണ്ടായിരുന്നോ? 100% എനിക്ക് എന്റെ റൂട്ടിൽ പോകാൻ മേലാതെ വരുന്നത് എപ്പോഴാ? ആത്മാവിനെ ലിഫ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ. ഇവിടെ ഇന്ന് രാത്രി മനുഷ്യന്റെ ചിന്ത ബ്രേക്ക്. Come on. നീ ചിന്തിച്ചതെല്ലാം കഴിയാൻ പോകയാ. നീ വിചാരിച്ചതെല്ലാം കഴിയാൻ പോകയാ. അടുത്ത ഒരു ഫയല് ഇന്ന് രാത്രി ദൈവം തുറക്കാൻ പോകയാ. Come on. രണ്ട് കാര്യം പെട്ടെന്ന് പറഞ്ഞു പോ. ഒന്ന്, പരിശുദ്ധാത്മാവ് ഒരാളെ എടുത്താൽ അതോടെ അവന്റെ റൂട്ട് കഴിഞ്ഞു.
അവൻ പിന്നെ ചലിക്കുന്നത് ഹോളി സ്പിരിറ്റിന്റെ റൂട്ടിലാണ്. രണ്ടാമത്തെ കാര്യം, അവന്റെ വേഗത പിന്നെ അവന്റെ വേഗതയല്ല, ഹോളി സ്പിരിറ്റിന്റെ വേഗതയാണ്. നിന്റെ ലൈഫിൽ ഇനി സംഭവിക്കുന്നതൊന്നും നിന്റെ കണക്ക് കൂട്ടലിലല്ല, അതിന്റെ ഒന്ന് ശക്തിയോടെ എന്നോട് ഹോളി സ്പിരിറ്റിനകത്ത് നിൽക്കുമ്പോൾ പറയുന്നു, നിങ്ങൾ എഴുതി വെച്ചു 2024 നിങ്ങളുടെ ചില വീടിനകത്ത്, അയ്യോ ഇങ്ങനെ അല്ലായിരുന്നല്ലോ ഞാൻ ചിന്തിച്ചത്, പക്ഷെ നടന്നത് ഒരു ഗോൾഡൻ മേക്ക്. എന്തോ സംഭവിക്കുന്നു, സംതിങ് ഇത് പോരാ യേശുവേ. ഈ സഭ ചിന്തിക്കുന്നത് പോലെയല്ല, എറണാകുളത്ത് അല്ല, ഇന്ത്യയിൽ ഒരാൾ പോലെ തിങ്ക് ചെയ്യാത്തതുപോലെ അടുത്ത ഒരു പ്രോജക്റ്റ്. എനിക്ക് ഫോർട്ട് കൊച്ചിയിലെ സ്ഥലത്തിന്റെ വില എനിക്കറിയത്തില്ല, പാലാരിവട്ടത്തെ സ്ഥലത്തിന്റെ വില എനിക്കറിയത്തില്ല, കുണ്ടന്നൂർ പാലത്തിന് താഴെ എന്നാ വിലയുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ പ്രവചനം ഞാൻ പറയാം, തൂണില്ലാത്തൊരു സഭ, ഹല്ലേലൂയ, തൂണ് നടുക്ക് തൂണുകൾ ഇല്ലാത്ത ഒരു കൂറ്റൻ ബിൽഡിംഗ്. ഇത് പോരല്ലോ. Come on. Light has been in Okhari Mausha Sider Erbini Mausha see the righteous. Hallelujah. എനിക്ക് ആ കാര്യത്തിൽ യോസഫിനോട് ഇഷ്ടമാണ്. യോസഫ് അപ്പനോട് പറഞ്ഞ സ്വപ്നം ഓർക്കുന്നുണ്ടോ? എൻ്റെ കഥ എഴുന്നേറ്റ് നിവർന്ന് നിന്ന് എന്ന് പറഞ്ഞ ചോട് വെട്ടിയാലും ഞാൻ എഴുന്നേക്കുമെന്നാ, ചോട് മുറിച്ചോലും ഞാൻ എഴുതേക്ക് വിട്ടേര്. ആമേൻ. 6 ദിവസം കഴിഞ്ഞു. യേശു 3 പേരെയും, ഇനി എനിക്കൊരു കുറച്ച് സമയം മതി, കൊച്ചും കൂടെ എൻ്റെ കൂടെ വാ, ഇനി നമുക്ക് പ്രാർത്ഥിക്കാനുള്ള നേരമേ ഉള്ളൂ. ആമേൻ. ഞാൻ ആ ദൂതിൻ്റെ ആ പോയിന്റിൽ മാത്രം ഒന്ന് തൊടാം. നിങ്ങൾ പക്ഷെ വളരെ ഗൗരവമായിട്ട് എന്നെ കേട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട്. യേശു ഇവരെ 3 പേരെയും കൂട്ടിക്കൊണ്ടു പോകും. ബീച്ചാൻ സത്യമായിട്ട് ഞാൻ പറയുന്നു, ഈ സഭയിലുള്ള ഒരു 3 പേരെയും കൂട്ടിക്കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെയുള്ളൊരു 7 പേരെയും കൂട്ടിക്കൊണ്ട്, ആമേൻ, പാസ്റ്റർ എവിടെയെങ്കിലും ഒരു ടൂറിന് പോയാൽ ബാക്കിയുള്ളവരുണ്ടാക്കാൻ സാധ്യതയുള്ള പോരാട്ടത്തെക്കുറിച്ച് ചിന്തിച്ചേ. പക്ഷേ 3 പേരെ കൊണ്ട് പ്രാർത്ഥിക്കാൻ പോയാൽ ആർക്കും പരാതിയില്ല, വിളിച്ചില്ലല്ലോ എന്നോർത്ത് സന്തോഷിക്കും. അന്ധകാര നാഴി കടപ്പുറത്ത് പോകുമ്പോൾ എല്ലാരെയും കൊണ്ട് പോകണം, പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ 3 പേരെ സിലക്ട് ചെയ്തുകൊണ്ട് യേശു മേളിലോട്ട് പോവുക. കൂടെ നിൽക്കണേ. ഇവർ 3 പേര് യേശുവിന്റെ കൂടെയുണ്ട്. ഈ യേശുവിന്റെ പോക്കുകളുടെ പ്രത്യേകത എന്നാണെന്നറിയോ? ഈ പോക്കിന്റെ ഉദ്ദേശം എന്നാന്ന് ചോദിക്കാനുള്ള അനുവാദം ഇവർക്കില്ല. വണ്ടിയെ കയറാൻ കർത്താവിന്റെ ദാസിയോട് പറഞ്ഞ ഒരു ലിമിറ്റിൽ കൂടുതൽ എങ്ങനെയാ ചോദിക്കുന്നത്? ഞാനല്ല വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ബന്ധം ശക്തമായതുകൊണ്ട് ആ വിളിക്കകത്തെ ആഴം അറിയില്ലെങ്കിലും വിളിയുടെ പുറകെ പോയേ പറ്റുള്ളൂ. കർത്താവ് പറഞ്ഞു, പത്രോസേ വാ, വന്നേ കേറാൻ പറഞ്ഞു. ഇനി ഇവര് പോകുന്നത് ഇറക്കത്തിലേക്കല്ല, കയറ്റത്തിലേക്കാ. കയറ്റം ഒരിക്കലും നല്ല കാര്യമല്ലല്ലോ. കർത്താവ് പറയാ, എന്റെ കൂടെ കയറ്. ഓ, നിങ്ങളില്ല കൂടെ അല്ലേ? എന്റെ കൂടെ ഒന്ന് കയറിക്കും മക്കൾ, എന്റെ ഒപ്പം വാ, വന്ന് കയറ്. ഇവരങ്ങോട്ട് കയറിച്ച് നിങ്ങൾ മറുപമല മുഴുവൻ ഒന്ന് സ്കാൻ ചെയ്തേ. മറുപമലയിൽ ആരും ഉയർത്തിട്ടില്ല, രോഗി സൗഖ്യമായിട്ടില്ല, മുഴ മാറിയിട്ടില്ല, സ്കിൻ പ്രോബ്ലം മാറിയിട്ടില്ല, അലർജറ്റിക് ബ്രോങ്കൈറ്റിസ് മാറിയിട്ടില്ല, പൾമിനറി പ്രോബ്ലങ്ങൾ മാറിയിട്ടില്ല, തലയ്ക്കകത്ത് മുഴ മാറിയിട്ടില്ല,
ഒന്നും മാനുഷ്യമായി നമ്മൾ പറയുന്ന ഒരു മിറക്കിൾ മേഖല ഒന്നും മറുവമലിൽ ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല. മറുവമലിൽ ആകെ സംഭവിച്ചൊരു കാര്യം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. യേശു ഇവരുടെ കൂടെ കൂടെ കയറുക. നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നന്നായിരുന്നു. യേശു ഇങ്ങനെ കയറുക. ഒരു അഡ്വർടൈസും കൊടുക്കാത്തൊരു യാത്ര, ഒരു 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 വിശദീകരണങ്ങളും ഇല്ലാത്തൊരു യാത്ര. കയറി അങ്ങോട്ട് പോകുന്ന വഴിക്ക് വിജയന്റെ ഉള്ളം കത്തുന്നുണ്ട് കേട്ടോ. കയറി പോകുന്ന വഴിക്ക് യേശുവിലൂടെ ഒന്നും സംഭവിച്ചില്ല, പക്ഷെ യേശുവിൽ എന്തോ സംഭവിച്ചു. ഈ കഴിഞ്ഞ 40 മാസം സംഭവിച്ചതല്ല, യേശുവിലൂടെയാണ്. ഇത് യേശുവിലൂടെയല്ല, ഇത് യേശുവിൽ സംഭവിക്കുകയാണ്. സംഭവിച്ചത് ഇത്രയേ ഉള്ളൂ. പത്രോസ് നോക്കി, അവന്റെ ഉടുപ്പ് കണ്ടോ? ഭൂമിയിലെ ഒരലക്കുകാരനും ബാക്കി പറ അലക്ക് വെളുപ്പിക്കാൻ കഴിയാത്ത ഒരു ഉടുപ്പ്. എന്റെ ചോദ്യം ഇതാണ്, യേശു താഴെ നിന്നൊരു ഡ്രസ് ഇട്ടോണ്ടല്ലേ കേറിയത്? യേശു മാന്യതയില്ലാതെ ഡ്രസ് ചെയ്യുന്ന ആളാണോ? അല്ല. ലോകത്തിലെ ഏറ്റവും അന്തസ്സുള്ള ഡ്രസ് കോഡ് യഹൂദന്റെയാ. ഏറ്റവും സ്റ്റാൻഡേർഡ് ഡ്രസ് കോഡ് യഹൂദന്റെ അല്ലേ? ഉള്ളങ്കി, നീളങ്കി, മാതളപ്പഴം, മണി, അരക്കെട്ട്, നടുക്കെട്ട്, നീലനൂല്, ധൂമ്രനൂല്, പിരിച്ച പഞ്ഞുനൂല്. കണ്ടോ? പുരോഹിതന്റെ വേഷം കണ്ടോ? രാജാവിന്റെ വേഷം കണ്ടോ? ഉള്ളിൽ ചണവസ്ത്രം ഉടുത്തിറങ്ങുന്ന പുരോഹിതന്റെ രൂപം കണ്ടോ? വസ്ത്രധാരണത്തിലെ കിങ് അവരാണ്. ഇത്ര മാന്യമായിട്ട് ഡ്രസ് എടുത്തോണ്ട് മേളിലോട്ട് കയറിയ യേശു എന്തിന് വേറെ ഒരു ഓവർകോട്ട് ഇട്ടു? ഇതിനകത്ത് നിങ്ങൾ എന്നോട് കൂടെ ഉണ്ടെങ്കിൽ നല്ലത്. ഈ ഉടുപ്പ് ഈ 3 പേരെ കാണാൻ വേണ്ടി കർത്താവ് നിൽക്കുക. എന്താ നേട്ടം? നല്ലപോലെ ഡ്രസ് ചെയ്ത് ബിജുപാസ് എന്റെ മുമ്പിൽ ഇരിക്കുന്നു. ഇത് കണ്ടോണ്ട് എനിക്ക് എന്നാ നേട്ടം? എനിക്കെന്നാ നേട്ടം? പത്രോസ് കൊച്ചിന്റെ കയ്യെ പിടിക്കട്ടെ ഞാൻ. പത്രോസ് എന്നുവെച്ച് യോഹന്നാനെ പിടിച്ചിട്ട്, യേശുവിന്റെ ഉടുപ്പ് കണ്ടോ? നിങ്ങൾ എന്നോട് കൂടെ ഇല്ലെന്ന് എനിക്കറിയാം കേട്ടോ. എടാ, യേശുവിന്റെ ഉടുപ്പ് കണ്ടോ? യോഹന്നാൻ പറഞ്ഞു, എടാ ഞാനും അത് തന്നെ നോക്കുന്നു. ഉടുപ്പ് കണ്ടോ? കണ്ണു മഞ്ചുന്നു, ആ ഉടുപ്പെന്ന് മിന്നലടിക്കുന്നു, ലൈറ്റണിങ്. ഇതെന്താ ഇത്? താഴെ നിന്ന് ഉടുത്ത ഉടുപ്പല്ലല്ലോ ഇത്. അതിന്റെ മേളിൽ തേജസ് കയറി ചുറ്റിയിരിക്കുന്നു. കയറി ചുറ്റിയിരിക്കുന്നു. നിങ്ങൾ കേട്ടില്ല? കയറി ചുറ്റിയിരിക്കുന്നു. ഒന്നുകൂടെ പറയട്ടെ, തേജസ് കയറി ചുറ്റിയിരിക്കുന്നു. ഇത് കണ്ട് പത്രോസ് ഇങ്ങനെ നോക്കി നിൽക്കുമ്പോ യേശു അവാച്യമായ ഒരു തലമുറയോട് പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിയിൽ നിങ്ങൾ കണ്ട ഏറ്റവും വലിയ യോഗ്യത എന്താ? എന്റെ കൂടെ നടക്കുന്നു അല്ലേ? മരിച്ചവരെ വേർക്കുന്നു അല്ലേ? രോഗി സൗഖ്യമാകുന്നു അല്ലേ? ഓ, മിണ്ടുന്നില്ലല്ലോ അപ്പാ, അല്ലേ? പക്ഷെ ഞാൻ നിങ്ങളെ വിളിച്ചതെന്തിനാണെന്നറിയോ? ഇതുപോലൊരു തേജസ് ഉടിപ്പിക്കാനാണ്. നിങ്ങൾ കറക്റ്റ് ആ റൂട്ടിൽ നിൽക്കണം. ഞാൻ ഈ പറഞ്ഞതിനകത്ത് രോഗസൗഖ്യം വേണ്ടെന്നുണ്ടോ? അത്ഭുതം വേണ്ടെന്ന് സുഭാഷ് കുമാരൻ പറഞ്ഞു. ഇല്ല, എന്നെ പ്രതിയാക്കരുത്. പക്ഷെ ഒരു 3 പേരെ സെലക്ട് ചെയ്ത് എന്റെ പുറകെ വരാൻ പറഞ്ഞു. പുറകെ വന്ന് യേശു ആ ഉടുപ്പ് ചുറ്റിക്കാണിച്ചു. ഞാൻ നിങ്ങളെ വിളിച്ചത് എന്തിനാണെന്നറിയോ? ഇതുപോലെ ഒന്ന് നിങ്ങൾ ചുറ്റാൻ. ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇത് യേശുവിന്റെ സ്വകാര്യ പ്രതികാരമാണ്. കാര്യം എന്നറിയോ? എന്റെ തമ്പുരാൻ ആദ്യം സൃഷ്ടിച്ച ആദാമിന്റെ ദേഹത്ത് ഇത് ഉണ്ടായിരുന്നു. കൂടവാ. ദൈവം ആദ്യം ഉണ്ടാക്കിയ ആദമിന്റെ ദേഹത്ത് ഇത് ഉണ്ടായിരുന്നു. പറ, നിങ്ങൾ ശ്രദ്ധിക്ക്. പാപം ചെയ്തപ്പോ ഹവ്വയുടെ മുടി പോയില്ല. പാപം ചെയ്തപ്പോ ഹവ്വയുടെ നിറം പോയില്ല. പാപം ചെയ്തപ്പോ ഹവ്വയുടെ നീളം പോയില്ല. പാപം ചെയ്തപ്പോ അവർക്കും നഷ്ടപ്പെട്ടത് ഈ തേജസ്സാ. ഇന്ന് രാത്രി ഫോർട്ട് കൊച്ചിയിൽ നിന്നെ വിളിച്ചത് വീട് വെപ്പിക്കാനല്ല, തേജസ് ഉടിപ്പിക്കാൻ. എനിക്കറിയില്ല
ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന, പിള്ളേരെ പള്ളിക്കൂടത്തിൽ വിടുന്ന, വീടിന് റെന്റ് കൊടുക്കുന്ന, വണ്ടിയുടെ ലോൺ അടയ്ക്കുന്ന ഒരു വിശ്വാസ സമൂഹത്തോട് തേജസ് ഉടിപ്പിക്കാനാണ് നിങ്ങളെ വിളിച്ചെന്ന് പ്രസംഗിച്ച് ഫലിപ്പിക്കാനുള്ള എൻ്റെ നെഞ്ചുവേദന എനിക്കറിയാം. പക്ഷെ ഉറപ്പിച്ചോ, തമ്പുരാൻ ആഗ്രഹിക്കുന്നത് ഇത് ഉടുത്ത് നടക്കുന്ന ഒരു തലമുറേനെയാ. ഞാൻ ഒന്നുകൂടെ പറയട്ടെ. എങ്ങനെയാ ബീച്ച പറയേണ്ടത്? ആലയത്തിനകത്തൊരു പെട്ടിയുടെ മുകളിൽ സാന്നിധ്യം. ഞാൻ അച്ഛനോട് പറഞ്ഞതെന്നറിയോ, എനിക്ക് കോൺവെർസേഷൻ ഇച്ചിരി എളുപ്പം അതായതുകൊണ്ടാണ്. ആലയത്തിനകത്തിരിക്കുന്ന ഒരു പെട്ടിയുടെ മണ്ടക്കോട്ട് ഈ തേജസ് ഇറങ്ങിയായിരുന്നു ഇല്ലേ? ആ പെട്ടിയുടെ അകത്തിരിക്കുന്നത് മന്നയാ. പാളയത്തിലിരുന്ന മന്ന നേരത്തോട് നേരം കഴിഞ്ഞപ്പോ പുഴു കയറി. പെട്ടിക്കാത്തിരുന്ന മന്നയിൽ പുഴു കയറിയില്ല. കാര്യം ഇരുന്നത് തേജസിന്റെ അകത്തായതുകൊണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ വീടിനകത്ത് നിൽക്കുന്ന ദുർഗന്ധമുണ്ടാക്കുന്ന നെഗറ്റീവ് ഈവൻസിനെ ശാസിച്ച് നിങ്ങൾ നേരം കളയാതെ നിങ്ങളുടെ വീടിനകത്ത് ഈ തേജസ് ഇറങ്ങാമെങ്കിൽ ഒന്ന് എഴുന്നേറ്റ് പ്ലീസ് 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 സ്റ്റാൻഡ് ടുഗദർ. ഞാൻ എന്നോട് പറഞ്ഞ സമയം ഇനിയും കിടപ്പുണ്ട്. ഒരാൾ പോലും പോവല്ലേ. പ്ലീസ് പ്ലീസ് ജോയിൻ മീ. എൻ്റെ കൂടെ ഒരു ശകലം നേരം. ഹല്ലേലൂയ. സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു അല്ലേ കർത്താവിൻ്റെ ദാസനെ? സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നു. ഇവിടെ പാടി എൻ്റെ ഏത് പാട്ടായിരുന്നു പാടിയപ്പോൾ? യേശു എന്തും ചെയ്തിടുമേ, അവൻ അത്ഭുതവാനാണേ. ഈ പാട്ട് ഇനിയും വേണേ 10 വർഷം നിങ്ങൾക്ക് പാട്ടുകാരനായിട്ട് തുടരാം. എനിക്കോ ബീച്ചാനോ അടുത്തൊരു 30 വർഷം കൂടെ പ്രസംഗിക്കും. ബീച്ചാൻ ഇനി ബൈബിൾ തുറന്നില്ലേലും അടുത്ത 20 വർഷം പ്രസംഗിക്കാനുള്ള സാധനം മനസ്സിനകത്തിരിപ്പുണ്ട്. അദ്ദേഹത്തിന് പ്രസംഗിക്കാനുള്ള അതിന്റെ റലം അറിയാവുന്നത് കൊണ്ട് ഏത് ഉറങ്ങിയിരിക്കുന്നവനെ കുത്തി ഇളക്കി കത്തിക്കാൻ അദ്ദേഹത്തിന് അറിയാം. ഇതൊക്കെ ഈ ലോകത്തിൽ സംഭവിക്കാൻ തമ്പുരാൻ പറഞ്ഞ പ്ലീസ് യു സ്റ്റോപ്പ്. നീ അത് നിർത്തിയിട്ട് നീ ഈ തേജസ്സിൽ നിന്ന് കാര്യങ്ങളെ ഒന്ന് കൈകാര്യം ചെയ്യാൻ. ഞാൻ ചോദിക്കുന്നു, യേശുവിൽ അഭിഷേകം ഉണ്ടല്ലോ? എനിക്കറിയില്ല എങ്ങനെ പറയൂ. യേശുവിൽ അഭിഷേകം ഉണ്ടല്ലോ ഇല്ലേ? ഈ ശിഷ്യന്മാർ യേശുവിന്റെ കൂടെ നടന്നതല്ലേ? എന്നിട്ട് ഈ 9 പേരുടെ മുൻപിൽ വെളിപ്പെടുത്താതെ ഈ ഗ്ലോറി 3 പേരുടെ മുമ്പിൽ മാത്രം ദൈവം ഓപ്പറേറ്റ് ചെയ്തെങ്കിൽ അങ്ങനെ ഒരു തലമുറയെ ദൈവം ഇന്നും അന്വേഷിക്കുന്നില്ലേ? ബൈബിൾ കോളേജിൽ പോയി പാഠ്യപുസ്തകങ്ങൾ പഠിച്ച് പ്രസംഗം ഛർദിക്കുന്ന ഒരു പ്രസംഗ തൊഴിലാളിക്കപ്പുറം ഗ്ലോറി ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു ആത്മീക തലമുറയെ എൻ്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ, നിങ്ങൾ എത്ര പേര് പ്രാർത്ഥിക്കും? ഞങ്ങളുടെ പാസ്റ്റർ ഈ റോട്ടിൽ കൂടി ഇങ്ങനെ വെറുതെ നടക്കുമ്പോ വഴിവക്കി നിൽക്കുന്നവൻ പാപബോധം കൊണ്ട് നിലത്ത് മുട്ടുകുത്തി കരയുന്ന ഒരു ദിവസം. ഞങ്ങളുടെ ഇവിടെ ചർച്ചിൽ ആരാധന നടക്കുമ്പോ എറണാകുളം പട്ടണം മുഴുവൻ ദൈവ സാന്നിധ്യം കൊണ്ട് മൂടപ്പെടുന്ന നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? എന്റെ ഓർമ്മയിൽ പാസ്റ്റർ 13 വയസ്സ് കഴിഞ്ഞപ്പോൾ പ്രസംഗിക്കാൻ ശുശ്രൂഷിക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു. പ്രവചിക്കാൻ തുടങ്ങി. എനിക്ക് വയസ്സ് ഇപ്പൊ 45 17 വയസ്സ് കഴിഞ്ഞപ്പോൾ ഞാൻ സഭാചാർജ് എടുത്തെന്ന എന്റെ ഓർമ്മ.
ഞാൻ ദൈവത്തിന്റെ കരുണ ഞാൻ കുറെ പ്രസംഗിച്ചു. പക്ഷെ ഇന്ന് എന്റെ മനസ്സ് മുഴുവൻ കൊതിക്കുന്നത് എന്തെന്നറിയോ? ആമേൻ. ഈ എന്റെ വായിലൂടെ ഞാൻ പറയുന്ന വാക്കുകളെക്കാൾ എന്നിലെ ഗ്ലോറി മിനിസ്റ്റർ ചെയ്യുന്ന ഒരു ദിവസം. നിങ്ങൾ കണ്ടില്ലേ, ഇന്ന് പകൽ ഒരു ദൈവമനുഷ്യൻ ഈ വേദിയിൽ നിന്ന് ശുശ്രൂഷിച്ചപ്പോൾ ഇതിനകത്ത് രോഗികൾ സൗഖ്യമാകുന്നത് നിങ്ങൾ കണ്ടെങ്കിൽ അദ്ദേഹം എത്ര കൂളായിട്ടാ സംസാരിച്ചത്. ഓപ്പറേറ്റ് ചെയ്തത് ഗ്ലോറി അല്ലായിരുന്നോ? ഇത് സഭയ്ക്കകത്ത് ഇറങ്ങിയാൽ പുരോഹിതന് നിൽക്കാൻ കഴിയാതെ വരികയല്ലേ. ഒന്ന് അന്യഭാഷ പറഞ്ഞു വരാമോ? എന്റെ ഒരൊറ്റ ചോദ്യമുള്ളൂ. നിങ്ങളുടെ മാനുഷികമായ കണക്കുകൂട്ടലുകൾക്കപ്പുറം തമ്പുരാന്റെ ഗ്ലോറിക്കകത്ത് കയറി ഒന്ന് മൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന എത്ര പേരിനകത്ത് നിൽപ്പുണ്ട്? ഞാൻ ഒറ്റ വാക്കോടെ പറഞ്ഞ് പ്രാർത്ഥിക്കാം. എനിക്കിതൊന്നും വിശദീകരിക്കാൻ എനിക്ക് അറിയില്ല. താനും കൂടെ പാടാം. ഒറ്റ വാക്കോടെ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാം. ഞാൻ ഒരു ദൈവദാസൻ പറഞ്ഞു കേട്ടതാ. നിങ്ങൾ നിന്നും അടുത്തോ? ഇല്ലല്ലോ. ഒരു ദൈവമനുഷ്യൻ ശുശ്രൂഷിക്കാൻ വേണ്ടി പോവുക. ഒരു ദിവസം 7 മണിക്കൂറിലധികം അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമനുഷ്യൻ, 7 hours താങ്ക്സിൽ പ്രേയർ ചെയ്യുന്ന ഒരു മനുഷ്യന്റെ ആത്മതലത്തെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ. ഈ മനുഷ്യൻ വീട്ടിൽ നിന്ന് തന്റെ ഭാര്യ തന്റെ മകനുമായിട്ട് വണ്ടി ഓടിച്ചുകൊണ്ട് യോഗസ്ഥലത്തേക്ക് പോകുന്നു. 1,00,000 പേരോട് അന്ന് രാത്രി വചനം പറയണം. 1,00,000 പേരോട്. ഈ ദേവദാസൻ വണ്ടി ഓടിച്ച ഗ്രൗണ്ടിലോട്ട് കയറ്റി വെച്ച് അദ്ദേഹത്തിന്റെ കാല മണ്ണിലേക്ക് മുട്ടുമ്പോൾ വീൽ ചെയർ ഇരുന്നവർ 100 കണക്കിന് പേര് ചാടി എഴുന്നേക്കാൻ തുടങ്ങി. അവിടെ മിനിസ്റ്റർ ചെയ്തത് പ്രസംഗമല്ലായിരുന്നു. ആ ദൈവദാസനോട് പുൾപിറ്റിൽ കയറി 1,00,000 പേരോട് അന്ന് രാത്രി വചനം പറഞ്ഞു. വേഗം യോഗം കഴിഞ്ഞ് തന്റെ കാറിൽ കയറി 3.5 hours 3.5 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനുണ്ട്. നിറഞ്ഞ കണ്ണുകളും വാ തോരാതെ അന്യഭാഷയും പറഞ്ഞുകൊണ്ട് വണ്ടി ഓടിച്ചു വരുന്നു. അവിചാരിതമായിട്ടൊരു ദുരന്തം. റോഡിന്റെ മീഡിയ തകർത്തൊരു ട്രക്ക് വന്ന് ഈ കാറിനെ സ്ട്രെയിറ്റ് ഇടിക്കുക. ആ കർത്താവിന്റെ ദാസി ഇരുന്ന ഭാഗത്തോട്ടാണ് ഇടിച്ചു കയറിയത്. അവരുടെ ശരീരം മുഴുവൻ തകർന്നു. ഇടിയുടെ ആഘാതത്തിൽ ഈ ദൈവദാസന്റെ റൈറ്റ് ഹാൻഡ്, വലത്തെ കൈ ഷോൾഡറിൽ നിന്ന് റോട്ടിൽ വീണു. റോഡ് മുഴുവൻ ബ്ലോക്കായി. ആംബുലൻസിന്റെയും പോലീസ് വാഹനങ്ങളുടെയും ശബ്ദം കേൾക്കാം. ചോരയ്ക്കകത്ത് കുളിച്ചു കിടക്കുന്ന ആ കർത്താവിന്റെ ദാസി, ഷോൾഡറിൽ നിന്ന് കൈ കിടക്കുന്ന ആ കർത്താവിന്റെ ദാസൻ, ബാക്കിലിരുന്ന മോന് മാത്രം ചെറിയ അപകടം. അവൻ ഓടിച്ചെന്ന് ഈ അമ്മേനെ റോട്ടിൽ ഇങ്ങനെ കോരിയെടുത്തു. അവരുടെ മുഖത്തോട്ട് നോക്കി വിളിക്കാൻ തുടങ്ങി. മമ്മി 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 വിളിക്കാൻ തുടങ്ങി. മിണ്ടുന്നില്ല, റിയാക്ട് ചെയ്യുന്നില്ല. അവർ നോക്കുമ്പോ ആമെ മുറിഞ്ഞു കിടക്കുന്ന അപ്പന്റെ കൈ, ചോര വാർന്നൊഴിക്കുന്ന ശരീരമായിട്ട് ഞരങ്ങുന്നു. അവന്റെ അമ്മയെ റോട്ടിൽ കടത്തി വെച്ച് ഇവൻ ഓടിച്ചു അപ്പന്റെ തല ഇങ്ങനെ പൊക്കി ഡാഡി ഉറക്കെ വിളിക്കാൻ തുടങ്ങി. അവൻ വലിയ കരച്ചിലൂടെ വിളിക്കാൻ തുടങ്ങി. ആ മനുഷ്യൻ ഇവനോട് ചോദിച്ചെന്ന് കേൾക്കണം. പേച്ച മമ്മി എന്തിയേ? ആ മനുഷ്യൻ ഷീസ് ഗോൺ, പോയി പോയി തകർന്നു പോയി, മുഴുവൻ തകർന്നു പോയി. ഇനി ഒരു വാക്ക് പറഞ്ഞ് നിർത്തട്ടെ. അനങ്ങുന്നില്ല, പൾസില്ല, തൊണ്ടക്കുഴി ജീവനില്ല, ശ്വാസമില്ല. ഇസ് ഗോൺ. എന്റെ അമ്മ പോയി, അല്ലെങ്കിൽ അങ്ങയുടെ ഭാര്യ പോയി. ആ ദേവദാസൻ പറഞ്ഞ വാക്ക്, യു ഡോണ്ട് ക്രൈ. കരയാനുള്ള സമയമല്ല. ആ റോട്ടിൽ മുറിഞ്ഞു കിടക്കുന്ന എന്റെ കൈയെടുത്ത് അവളുടെ ദേഹത്ത് കൊണ്ടിട്. മുറിഞ്ഞു കിടക്കുന്ന എന്റെ കൈയെടുത്ത് അവളുടെ ദേഹത്തിട്. കൊണ്ടിട്ടതും അവൾ ചാടി എഴുന്നേറ്റതും ഒരുപോലെയാണെങ്കിൽ ഇന്ത്യൻ ദൈവസഭയെ നിയന്ത്രിക്കേണ്ടത് ഇനി ബുദ്ധിയല്ല, നിയന്ത്രിക്കേണ്ടത് ഇനി ഗ്ലോറിയാണ്. നിങ്ങൾ എത്ര പേര് ഇന്ന് രാത്രി, എനിക്കറിയില്ല നിങ്ങൾ എന്നാ പ്രാർത്ഥിക്കാനാ ഇന്ന് രാത്രി വന്നതൊന്നും എനിക്കറിയില്ല. എന്നെ നിങ്ങളൊന്നും ചെയ്യരുത്. ജസ്റ്റ് ഒരു തലമുറ ഇന്ന് രാത്രി, ലോർഡ് വി നീഡ് യുവർ ഗ്ലോറി,
We need you. നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് ഒന്ന് മുട്ടുകുത്താൻ ഇടയുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആരോഗ്യമുള്ള കമോൺ മുട്ടുകുത്തിച്ച് ലോർഡ് we need your glory. ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ ഗ്ലോറി. വേറെ ഒന്നും വേണ്ട, അങ്ങയുടെ ഗ്ലോറി. പ്രാർത്ഥിച്ച് ഒന്ന് കരയാം. മക്കളുമാരെല്ലാം പ്രാർത്ഥിച്ച്, സഹോദരിമാരെ കമോൺ ഓൾ ഓഫ് യു പ്ലീസ്. ഞങ്ങൾക്കൊന്നും വേണ്ട. ഫോർട്ട് കൊച്ചിയുള്ള ഡെലിവറൻസ് ചർച്ചിന് വേണ്ടത് ലോർഡ് we need your glory. We need your glory. ഞങ്ങളുടെ ദൈവദാസന്മാർക്ക് വേണ്ടത് we need your glory. പ്രാർത്ഥിച്ച് പിശാചിന് ഊഹിക്കാൻ കഴിയാത്തൊരു തലമുറ ഇതിനകത്ത് എഴുന്നേക്കും. കരയാൻ പറ്റുമെങ്കിൽ ചോദിക്ക്, ഡാഡിയെ വീടല്ല, ഡാഡി സൗഖ്യമല്ല, ഡാഡി നല്ല ജീവിതമല്ല, ഡാഡി സാലറി കൂടുന്നതല്ല, ഗ്ലോറി വേണം. ഗ്ലോറി. എല്ലാവരും പ്രാർത്ഥിക്കുക. യൗവനക്കാർ, കർത്താവിന്റെ മക്കൾ, കുഞ്ഞുങ്ങൾ, പ്രിയപ്പെട്ടവർ, കുഞ്ഞുങ്ങൾ, സഹോദരങ്ങൾ എല്ലാവരും we need your glory. We need your glory. നിങ്ങൾ ഒരു ശബ്ദം എടുത്ത് പ്രാർത്ഥിക്കുക. വാ തുറന്ന് പ്രാർത്ഥിക്കുക. വാ പൂട്ടി നിൽക്കാതെ. നിങ്ങൾ വേറെ ഒന്നും ഇപ്പൊ ചോദിക്കരുത്. ഗ്ലോറി വേണം ഡാഡി, ഗ്ലോറി വേണം, ഗ്ലോറി വേണം, ഗ്ലോറി വേണം. ബീച്ച കഴിഞ്ഞ ദിവസം രജിനാരായണൻ പാസ്റ്റർ ഞങ്ങളുടെ ചർച്ചിൽ വന്നിച്ച് പറഞ്ഞു, വടക്കേണ്ടിലുള്ള ഒരു ചർച്ചിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ ആരാധനയ്ക്ക് പോകുമ്പോൾ ആ ചർച്ചിൻ്റെ അകത്തുനിന്ന് 7-8 കിലോമീറ്റർ അപ്പുറം ഈ ചർച്ചിലെ ബിലീവേഴ്സ് ജംഗ്ഷനിൽ നിന്നിട്ട് വരുന്നവരോട് പറയാ, ഇനി ചർച്ചിനകത്ത് 9 ആരാധനയുണ്ട്, 9 ആരാധനയ്ക്കുള്ള ആളുകൾ ഫില്ലായി, നിങ്ങൾ വേറെ ഏതെങ്കിലും ചർച്ചിൽ പൊക്കോളാൻ. അതിനകത്തൊട്ട് ഇനി ആളിനെ ഉൾക്കൊള്ളാൻ കഴിയും. അങ്ങനെ ഗ്ലോറി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സഭയായിട്ട് ഇതിനെ ഇന്ന് രാത്രി സ്വർഗ്ഗം. ഒരു കാലത്ത് ബീച്ചാൻ പറഞ്ഞു, നിങ്ങൾ ഇങ്ങോട്ട് വരാൻ. ഇനി അദ്ദേഹം പറയും, ഇവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഇന്ന് രാവിലെ അതിന്റെ ചെറിയൊരു സാമ്പിൾ കാണിച്ചില്ലേ തമ്പുരാൻ? ഒറ്റ ചോദ്യം, ഗ്ലോറി ചുമക്കാൻ പ്രാർത്ഥിക്കും മക്കളെ, ഗ്ലോറി ചുമക്കാൻ പ്രാർത്ഥിക്കുക, ഗ്ലോറി ചുമക്കാൻ പ്രാർത്ഥിക്കുക. കമോൺ കമോൺ, ഗ്ലോറി ചുമക്കാൻ പ്രാർത്ഥിക്കുക. വേറെ ഒന്നും ചോദിക്കരുത്. ഇപ്പോൾ എനിക്കറിയില്ല, ഞാൻ ഈ ഒരൊറ്റ വാക്ക് പറയാനാണ് ഇവിടം വരെ വന്നത്. പ്രാർത്ഥിച്ചേ, ഗ്ലോറി മാത്രം ചോദിക്കുക, ഗ്ലോറി മാത്രം ചോദിക്കുക. We need your glory. We need your glory. We need your glory.